നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ നിഡാസിന്റെ 95-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിഷും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. വിവിധ തരത്തിലുള്ള ഭിന്നശേഷിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നിഡാസിൽ കൈകാര്യം ചെയ്തു വരുന്നത്. നിഡാസ് പ്രധാനമായും ഭിന്നശേഷിയുള്ളവർക്കും രക്ഷിതാക്കൾക്കും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ടിയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷൻ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസും ചോദ്യോത്തര വേളയുമായാണ് നിഡാസ് നടത്തി വരുന്നത്. നിഡാസിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നിഡാസ് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇന്നത്തെ നിഡാസ് ഗൂഗിൾ മീറ്റിലും യൂട്യൂബിലും കാണാവുന്നതാണ്. ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള പാർട്ടിസിപ്പൻസ് പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത്, ക്ലാസ് നടക്കുന്ന സമയത്ത് പ്രസന്റേഷൻ മോഡ്, മൈക്ക് തുടങ്ങിയവ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. പ്രസന്റേഷന് ശേഷം അതിനുള്ള അവസരം നൽകുന്നതാണ്. ഇന്നത്തെ നിഡാസിന്റെ സൈൻ ലാംഗ്വേജ് പരിഭാഷയുണ്ട്. സൈൻ ലാംഗ്വേജ് പരിഭാഷ ചെയ്യുന്നത് മിസ് ശാന്തി. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷന് വേണ്ടി സ്ക്രീനിൽ മിസ് ശാന്തി എന്ന പേര് പിൻ ചെയ്യേണ്ടതാണ്. 95-ാമത്തെ നിഡാസിന്റെ വിഷയം കുട്ടികളുടെ സ്ക്രീൻ സമയം രക്ഷിതാക്കൾ അറിയേണ്ടത്. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തിൽ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ. പക്ഷേ ഗവേഷണ പഠനങ്ങൾ പറയുന്നത് അമിതമായ സ്ക്രീൻ ഉപയോഗം കുട്ടികളിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. സംസാരശേഷിയിലുള്ള കാലതാമസം, കാഴ്ചയിലുള്ള ബുദ്ധിമുട്ട് എന്നിവ ചിലത് മാത്രമാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്ക്രീൻ എന്ന് പറയുന്നത് അനുവദനീയമാണോ? ഉണ്ടെങ്കിൽ അത് എത്ര, അല്ലെങ്കിൽ ഇതെങ്ങനെ ഫലപ്രദമായി കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കാം സ്ക്രീൻ, എന്നിവയെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഈ വിഷയത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് മിസ് വൃന്ദ ആർ, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോ ഡെവലപ്മെന്റൽ സയൻസസ്, നിഷ്, ട്രിവാൻഡ്രം. മിസ് വൃന്ദ നിഷിലെ ചൈൽഡ് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് യൂണിറ്റിലെ ഇൻചാർജ് ആണ്. 14 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്. സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങൾ നടത്തുകയും നാഷണൽ ഇന്റർനാഷണൽ തലത്തിൽ പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. മിസ് വൃന്ദയെ ഇന്നത്തെ ഈ നിഡാസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം വൃന്ദ. നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായി എല്ലാ പാർട്ടിസിപ്പൻസും ഒരു ചോദ്യാവലി പൂരിപ്പിക്കാനാണ്. ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സംഗീത. അതുപോലെ തന്നെ നിഡാസ് ടീമിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്, എനിക്ക് ഇങ്ങനൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ അവസരം തന്നതിന്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് സ്ക്രീൻ ടൈം, അതായത് കുട്ടികളുടെ സ്ക്രീൻ ടൈമിനെ കുറിച്ചിട്ടാണ്. അതായത് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ടെക്നോളജിയുടെ ഒരു ടെക്നോളജി ഒരു പാർട്ടാണ് അല്ലേ. അപ്പോൾ അത് നമ്മളെ അതിന് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അത് വലിയവരിലും അങ്ങനെ തന്നെയാണ്, കുട്ടികളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ കുട്ടികളിൽ അത് കുറച്ച് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ ടൈമിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്ക്രീൻ ടൈം എന്താണ് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരു സ്ക്രീനുള്ള ഏതൊരു ഇലക്ട്രോണിക് ഉപകരണം, അതിപ്പം ലാപ്ടോപ്പ് ആവാം, TV ആവാം, ഫോൺ ആവാം, ടാബ് ആവാം, അല്ലെങ്കിൽ വീഡിയോ ഗെയിം, ഇങ്ങനെ ഒരു സ്ക്രീനുള്ള ഏതൊരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിക്കുന്നതും സ്ക്രീൻ ടൈമാണ്. ഞാനിതിവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയും വിചാരം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് മാത്രമാണ് സ്ക്രീൻ ടൈം എന്നാണ്. പക്ഷെ അത് അങ്ങനെ അല്ല. കാരണം ചിലപ്പം OP-യിലൊക്കെ കുട്ടികൾ പാരൻസ് വരുമ്പം കുട്ടിക്ക് സ്ക്രീൻ ടൈം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാരൻസ് പറയും, ഇല്ല മാഡം, സ്ക്രീൻ ടൈമേ ഇല്ല, നമ്മൾ ഫോൺ കൊടുക്കാറേ ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പിന്നെ ചോദ്യങ്ങൾ ചോദിച്ച് വരുമ്പോഴായിരിക്കും കുട്ടി ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ എക്സസീവായിട്ട് കുട്ടി TV-യോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പം അതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഫോൺ മാത്രമല്ല, എല്ലാ ഇലക്ട്രോണിക് സ്ക്രീനിൽ ഏത് ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുന്നതും സ്ക്രീൻ ടൈമാണ്. അപ്പോൾ ഈ കുട്ടികളുടെ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓരോ രാജ്യത്തെയും അതിൻ്റെതായ അസോസിയേഷൻസ്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ പീഡിയാട്രിക് അസോസിയേഷൻ,
അപ്പം അവര് മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം IAPയുടെ ഗൈഡ് ലൈൻസ് എന്താണെന്ന് വെച്ചാൽ 2 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സ്ക്രീൻ ഉപയോഗം അനുവദിക്കരുത്. അതായത് നോ സ്ക്രീൻ ടൈം എന്നാണ് പറയുന്നത് 2 വയസ്സ് വരെ. അതർ ദാൻ വീഡിയോ ചാറ്റിംഗ്, അതായത് ഇപ്പൊ നമ്മൾ ബന്ധുക്കളൊക്കെ വിളിക്കുവാണ്, വീഡിയോ കോൾ വിളിക്കുവാണ്, അപ്പം കുട്ടികൾക്ക് വീഡിയോ എന്താ പറയാ ചാറ്റ് ചെയ്യാം. പക്ഷെ അത് അല്ലാതെ വേറെ സ്ക്രീൻ ടൈമേ പാടില്ല എന്നാണ് IAP പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 hour-ആണ് പറഞ്ഞത്. 1 മണിക്കൂർ നിലവാരമുള്ള നമ്മൾ മേൽനോട്ടത്തോട് കൂടിയ ഒരു സ്ക്രീൻ ടൈമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 2 മണിക്കൂറിൽ കൂടാതെ, അതായത് 2 മണിക്കൂറിന് താഴെ ആയിരിക്കണം അവരുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അതും അവര് എന്താ പറയാ കാണുന്ന സ്ക്രീൻ എന്താ പറയാ ഒരു ക്വാളിറ്റി, കണ്ടന്റിന്റെ ക്വാളിറ്റി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നതിൽ ഇത്രയും ഗൈഡ് ലൈൻസ് ഒക്കെ ഇങ്ങനത്തെ അസോസിയേഷൻസ് കൊണ്ടുവരുന്നത്? ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനത്തെ ഇതുണ്ട്. ഇപ്പം അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് അതുപോലത്തെ എന്താ മേജർ ആയിട്ടുള്ള എല്ലാ ഏജൻസീസും ഇത് സിമിലർ ഏകദേശം ഇതുപോലത്തെ തന്നെ മാർഗനിർദ്ദേശങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിർദ്ദേശങ്ങൾ തരാനുള്ള കാരണം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം കൂടിയാൽ അത് കുട്ടികൾ പല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കൂടിയാൽ വരുന്ന ദോഷഫലം കുട്ടികളിൽ എന്ന് പറയുന്നത്, ഒന്ന് സംസാര ശേഷിയിൽ വരുന്ന കാലതാമസം, അതായത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് താമസിക്കുന്നു, അല്ലെങ്കിൽ അറ്റൻഷൻ ഇഷ്യൂസ് ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ് ഇന്ദ്രിയ സംബന്ധമായ പ്രശ്നങ്ങൾ, ബിഹേവിയർ ഇഷ്യൂസ് പെരുമാറ്റ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് അഥവാ ഉറക്കക്കുറവ് വരാം, ഒബേസിറ്റി അതായത് അമിതവണ്ണം, അല്ലെങ്കിൽ കാഴ്ച സംബന്ധമായ പ്രശ്നം, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ സ്ക്രീൻ ടൈം കൂടിക്കഴിഞ്ഞാൽ വരാം. അപ്പം ഇതിൽ തന്നെ ഇപ്പം സംസാര എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു എന്താ പറയാ സ്ക്രീൻ ടൈം കൂടുന്ന കുട്ടികൾക്ക് ഈ സംസാരം ഡെവലപ്പ് ചെയ്യാൻ താമസം വരുന്നതെന്ന് വെച്ചാല്, ഇപ്പം തീരെ കുഞ്ഞു കുട്ടികൾ നമ്മൾ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയാ അവര് കളർഫുൾ ആയിട്ട് അനങ്ങുന്നതും മാറുന്നതും ഒക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ് അല്ലേ. തിരിച്ച് നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യം വരും. കുട്ടികൾ എങ്ങനെയാണ് സംസാരിക്കാൻ പഠിക്കുന്നത്? ബാക്കിയുള്ളവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണാനും കേൾക്കാനുമുള്ള അവസരം തിരിച്ച് അതുപോലെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരവും കിട്ടുമ്പോഴാണ് കുട്ടികൾ സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ ടൈം കൂടുന്ന കുട്ടികൾക്ക് ഇതിന്റെ ഒരു അവസരം കിട്ടുന്നത് വളരെയധികം കൂടും. അത് എത്രത്തോളം സ്ക്രീൻ ടൈം ഉണ്ട് എന്നുള്ള അനുസരിച്ച് അവസരം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ വീട്ടില് കാർട്ടൂണൊക്കെ കണ്ട് ഇങ്ങനെ എന്താ പറയാ വലിയ ശല്യമൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് എളുപ്പമാണല്ലോ വീട്ടിൽ ജോലി ചെയ്യാൻ, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ, ബാക്കി കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നു. അപ്പൊ എന്ന് വെച്ചാല് പാരന്റ്സും കുട്ടികളുടെ പാരന്റ്സ് അല്ലെങ്കിൽ ആരാണോ കുട്ടിയെ നോക്കുന്നത് ആ ഒരു കെയർ ഗീവറും കുട്ടിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ സമയം അതായത് ക്വാളിറ്റിയും എത്രത്തോളം സംസാരിക്കുന്നു, എത്രത്തോളം നല്ല രീതിയിൽ കുട്ടികളായിട്ട് ഇടപഴകുന്നു എന്ന ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വളരെയധികം അഫക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോ എന്താ പറയാ കുട്ടികൾക്ക് സംസാരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ പഠനങ്ങൾ ചെയ്യും. ഇത് കേരളത്തിൽ തന്നെ നടത്തിയൊരു സ്റ്റഡിയിൽ നമ്മൾ അതിന്റെ റിസൾട്ട് പറയുന്നത് പ്രീ സ്കൂൾ കുട്ടികളിൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കാര്യം വളരെ കൂടുതലാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും കുട്ടികളിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ടൈം കൂടാനുള്ളൊരു കാരണം? അതായത് ഇപ്പം നമ്മളാരും എന്താ പറയാ ഒരു കാര്യം ചെയ്താൽ അത് കുട്ടിക്ക് ദോഷമായിട്ട് വരും എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മളത് ചെയ്യില്ല അല്ലെ. അപ്പോ ഞങ്ങൾ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു പഠനത്തില് അതായത് പാരന്റ്സിന് എത്രത്തോളം അറിയാം സ്ക്രീൻ ടൈം കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് ഒരു പഠനം നടത്തിയപ്പോൾ അതില് നമ്മൾ കണ്ടെത്തിയെന്ന് വെച്ചാല് ഈ എന്താ പറയാ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പാരന്റ്സ് റിപ്പോർട്ട് ചെയ്തത് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത്. അതായത് സ്ക്രീൻ ടൈം കൂടിയാൽ കാഴ്ചക്ക് പ്രശ്നം വരാവുന്ന ഒരുപാട് പേർക്ക് അതേസമയം ഏറ്റവും കുറച്ച് ആൾക്കാർ, അതായത് വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമാണ് സ്ക്രീൻ ടൈം കൂടിക്കഴിഞ്ഞാൽ സംസാര ഭാഷാ വികസനത്തിന് ഒരു കാലതാമസം വരാമെന്ന് ചെയ്തത്. അപ്പൊ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു അവയർനെസ് കുറവ് എന്നുള്ളതാണ്. അപ്പം ഈ അവയർനെസ് കുറവാണെന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസസ് മനസ്സിലായത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളൊരു തീരുമാനം വന്നത് തന്നെ. പിന്നെ
ഇതും ഇന്ത്യയിൽ തന്നെ നടത്തിയൊരു സ്റ്റഡിയുടെ റിസൾട്ടാണ്. അതായത് എന്തിനാണ് പാരന്റ്സ് കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കുന്നത്, ഫോണാവാം ടി വി എന്താണെങ്കിലും. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കാൻ, അതായത് വൈൽ ഫീഡിങ്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക നമ്മൾ സ്ക്രീൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ പാരന്റ്സ് ജോലി ചെയ്യുമ്പോൾ കുട്ടികളൊന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുമ്പോൾ അവരൊന്ന് കാം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് വയ്യാതാവും. അപ്പം വയ്യാതാവുമ്പോൾ കൊടുക്കുന്നതൊക്കെ വളരെ കുറച്ച് പേര് മാത്രമാണ്. അല്ലെങ്കിൽ പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം ഇപ്പൊ നമുക്ക് ലുലുവിലൊക്കെ പോയ സ്ഥിരം കാണാവുന്ന കാഴ്ച അല്ലെ, പാരന്റ്സ് കുട്ടികളായിട്ട് വരുന്നു, ട്രോളിയിൽ ഇരുത്തുന്നു, കയ്യിൽ ഫോൺ കൊടുക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് ശല്യമൊന്നുമില്ല, കുട്ടി അവിടെ ഇരുന്നോളൂ, നമുക്ക് സുഖമായിട്ട് ഷോപ്പിംഗ് ചെയ്യാം, തിരിച്ചു പോകാം അല്ലെ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരുപാട് അവസരങ്ങൾ മിസ്സാവും. അതായത് ഒരു പുറത്തൊരു കട പോലത്തെ ഒരു സ്ഥലത്ത് പോയാൽ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ മിസ്സാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും കുട്ടികളുടെ സ്ക്രീൻ ടൈമിനെ കുറിച്ചാണ് അല്ലെ, കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടിയാൽ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് കുറയ്ക്കണം എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഞാൻ പാരന്റ്സിന് കൗൺസിലിംഗ് വേറൊരു കാര്യമാണ് മാതാപിതാക്കൾ അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിന്റെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമുക്ക് ഈ പടത്തിൽ കാണുന്ന പോലെ കുട്ടി സ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, കുട്ടിയുടെ പാവ വെച്ച് കളിക്കുവാണ് അല്ലെ. പക്ഷെ അവിടെ അച്ഛനും അമ്മയും അപ്പുറത്ത് മാറിയിരുന്ന് ണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുട്ടിക്ക് സ്ക്രീൻ ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം പല വീട്ടിലെ സാഹചര്യം കുട്ടികൾക്ക് ചിലപ്പോൾ ഫോണോ ടി വി ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ എഗെയിൻ എന്താ പറയുക പാരന്റ്സിന്റെ സ്ക്രീൻ ടൈം കൂടുതൽ കാരണം നേരത്തെ പറഞ്ഞ പാരന്റ്സ് ആൻഡ് ഇന്ററാക്ഷൻ, കുട്ടിയും പാരന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ക്വാളിറ്റിയും ഒരുപാട് കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനൊപ്പം തന്നെ പാരന്റ്സിന്റെ സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി ചിലപ്പം സ്ക്രീൻ മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മൾ ജോലി സംബന്ധമായ ആവശ്യത്തിനായിരിക്കും സ്ക്രീൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ പല പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇപ്പം നമ്മൾ കുട്ടി ആക്റ്റീവായിട്ട് കളിക്കുന്ന സമയത്ത് നമ്മളൊപ്പം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ആ സ്ക്രീനിന്റെ അത്യാവശ്യമല്ലെങ്കിൽ നമ്മൾ ആ സ്ക്രീൻ മാറ്റി നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ അഥവാ പശ്ചാത്തല സ്ക്രീൻ. അതായത് അടുത്ത് കാണുന്ന പോലെ കുട്ടി അമ്മയായിട്ടിരുന്ന് കളിക്കുവാണ്, പക്ഷെ അവിടെ ബാക്കില് ടിവിയിൽ കാർട്ടൂൺ എന്തോ നടക്കുവാണ്, ടി വി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കും, മിക്കവാറും ഫോണിലൊക്കെ ആയിരിക്കും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു ടി വി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം വാർത്തയൊക്കെ വെച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി ശ്രദ്ധ അതിലേക്ക് പോകും അല്ലെ. അപ്പൊ ആ ഒരു ശ്രദ്ധ ഞാൻ പറഞ്ഞോട് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന്റെ ഒരു ക്വാണ്ടിറ്റി കുറയും. പക്ഷെ വലിയ ആൾക്കാർക്ക് നമുക്ക് ഡിവൈഡഡ് അറ്റൻഷൻ, അതായത് രണ്ട് കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നതൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ തീരെ ചെറിയ കുട്ടികൾക്ക് അത് പറ്റിയെന്ന് വരില്ല. അപ്പം എഗെയിൻ കുട്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് തരുന്ന ശ്രദ്ധയുടെ നേരത്തെ പോലെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അവിടെ കുറയും. ഇതും എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ പല വീടുകളിലും ഈ ബാക്ക്ഗ്രൗണ്ട് അതായത് ടി വി ഓൺ ചെയ്തിട്ടേക്കുക ഫുൾ. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സ്ക്രീൻ ടൈമിന്റെ കാര്യമൊക്കെ ഒപ്പിൽ വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇല്ല വേണം, അവൻ ടി വി കാണുന്ന ഇഷ്ടമേ അല്ല, അവൻ നമ്മൾ വെച്ചു കൊടുത്താൽ പോലും കാണില്ല. പക്ഷെ ടി വി എപ്പോഴും ഓൺ ആയിരിക്കും, നമ്മൾ ഓഫ് ചെയ്ത ആ നിമിഷം അവൻ കരഞ്ഞ് ബഹളം വയ്ക്കും. ടി വി കാണാത്തൊരു കുട്ടിക്ക് എന്തിനാണ് ടി വി അവിടെ ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം അവൻ ഇരുന്ന് കാണുന്നില്ല എന്നുണ്ടെങ്കിലും അവൻ ശ്രദ്ധയും ആ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങളോടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടില് എന്താ പറയുക എപ്പോഴും ടി വി ഓൺ ചെയ്തിരുന്ന ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞത് സ്ക്രീൻ ടൈം കൂടിയാൽ വരുന്ന പ്രശ്നങ്ങളും അതുകൊണ്ട് നമ്മൾ കുറയ്ക്കണം എന്നും പറഞ്ഞു. അപ്പം ഈ അടുത്ത് ഞങ്ങൾ നടത്തിയൊരു പഠനത്തില് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ പങ്കെടുത്ത കുട്ടികളിൽ 97 കുട്ടികൾക്കും അമിതമായിട്ടുള്ള സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു. ഇത് കൂടുതലായിരുന്നു. പക്ഷെ അതില് വളരെ ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക് മാത്രമേ ലാംഗ്വേജ് ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതെന്തുകൊണ്ടായിരുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എക്സസീവ് സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ലാംഗ്വേജ് ഡിലേ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എന്നിട്ടും വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ അവിടെ ലാംഗ്വേജ് ഡിലേ നമ്മൾ ഒബ്സർവ് ചെയ്തുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോൾ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഏജ് ഓഫ് ഇനിഷ്യേഷൻ, അതായത്
ഏത് പ്രായത്തിലാണ് കുട്ടിക്ക് സ്ക്രീൻ ഉപയോഗം തുടങ്ങിയത്. അതായത് തീരെ ചെറുതില്ല, 3 മാസവും 6 മാസവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ 7-8 മണിക്കൂർ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ, അതായത് നേരത്തെ സ്ക്രീൻ ടൈം കുറഞ്ഞുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലാംഗ്വേജ് ഡിലേ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം കുറച്ചും കൂടെ സ്ക്രീൻ ടൈം തുടങ്ങിയത്, അതിനോടൊപ്പം തന്നെ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, ഈ മറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഔട്ട്ഡോർ, അതായത് കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചാടി കളിക്കാനും ബാക്കിയുള്ളവർ മറ്റിടപെടാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടുക. അതുപോലെ പാരൻസ് ആൻഡ് ഇന്ററാക്ഷൻ, പാരൻസ് കുട്ടിയുമായിട്ട് ഒരുപാട് സമയം കളിക്കാനും സംസാരിക്കാനും ഒക്കെ കണ്ടെത്തുകയും, അല്ലെങ്കിൽ ബുക്ക് കൊടുക്കുക, കഥകൾ വായിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഈ സ്ക്രീൻ ടൈം കാണുമ്പോൾ തന്നെ, അതായത് കാർട്ടൂണൊക്കെ കാണുമ്പോൾ തന്നെ കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ട് കാണുക. അപ്പൊ ഇങ്ങനെയുള്ള അത് നമ്മൾ ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം എന്നാണ് പറയുക. അപ്പൊ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയാ, സ്ക്രീൻ ടൈം കൂടിയാലും ഇപ്പം ഒരു നിവൃത്തിയുമില്ല. ഇപ്പം സ്കൂളിൽ നിന്ന് വന്നാൽ 2 മണിക്കൂർ പാരന്റ്സ് വരുന്നവരെ കുട്ടിയെ എന്താ പറയാ അടക്കിയിരുത്താൻ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ സാഹചര്യം ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവും. പക്ഷെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പോലും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സമയം എന്താ പറയുക, നല്ല ക്വാളിറ്റി ആക്ടിവിറ്റീസും ഇന്ററാക്ഷൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രീൻ ടൈം കൂടുന്നത് കാരണം കുട്ടികളിൽ വരാവുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്കത് തടയാൻ പറ്റും എന്നാണ് കാരണങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം, അതായത് ഒരു വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സ്ക്രീൻ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു മുതിർന്ന ഒരാൾ കൂടി ഇരുന്ന് കാണുക, വെറുതെ ഇരുന്ന് കണ്ടാൽ അത് കോവിയിങ് ആകുള്ളൂ. അതായത് ഇപ്പം ഞാനും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെല്ലാവരും കൂടി ഇരുന്നൊരു സിനിമ കാണും, അത് കോവിയിങ് ആണ്, എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കാണും. അപ്പൊ അതിനോടൊപ്പം ഒരുമിച്ചിരുന്ന് കാണുന്നതിനോടൊപ്പം സ്ക്രീനിൽ കാണുന്ന കാര്യത്തെക്കുറിച്ച് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തും ഇന്ററാക്ട് ചെയ്തുകൊണ്ട് കാണുമ്പോഴാണ് നമ്മളതിനെ ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം എന്ന് പറയാം. അതായത് ഇപ്പം സാധാരണ എല്ലാ വീട്ടിലും കാണുന്നൊരു കാർട്ടൂണാണ് ഡോറ. അപ്പൊ ഡോറ കാണുമെന്നുണ്ടെങ്കിൽ കൊണ്ട് ചേച്ചിക്ക് ടാറ്റ പറഞ്ഞ് നമ്മൾ കുട്ടിയെ കൊണ്ട് ടാറ്റ പറയിപ്പിക്കുന്നു, ഇത് കൊണ്ട് ജമ്പ് ചെയ്ത് പോയി. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ ടൈം കൂടുന്നത് കാരണം വരുന്ന സംസാര ഭാഷയ്ക്ക് വരുന്ന ഒരു കാലതാമസം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു ഡിജിറ്റൽ യുഗമാണ്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി ചിലപ്പം കുട്ടികളെ സ്ക്രീനിൽ നിന്ന് മാറ്റി നിർത്താന്ന് വെച്ചാൽ ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഒന്ന് ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് സമയം സ്ക്രീൻ ടൈം കൊടുക്കുന്ന ആൾക്ക്. അതുപോലെ തന്നെ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആക്ടിവിറ്റീസ്, അല്ലാത്ത ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പാരന്റ്സിനെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്തിന് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒരുപാട് കൂട്ടുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈമിനെ കുറിച്ചുള്ള പഠനങ്ങളെല്ലാം പറയുന്നത് ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം പ്രാക്ടീസ് ഉണ്ടായിരുന്ന കുട്ടികളിൽ എല്ലാം അവരുടെ ഭാഷാപരമായ കഴിവുകൾ വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ എല്ലാ സ്റ്റഡീസും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ എന്താ പറയുക ലാംഗ്വേജ്, അതായത് സംസാര ഭാഷാ വികസനത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് സാമൂഹിക കഴിവ് അഥവാ സോഷ്യൽ സ്കിൽസ്. അതായത് സ്ക്രീൻ ടൈം കൂടിയാൽ കുട്ടികളുടെ സോഷ്യൽ സ്കിൽസിന്റെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുമോ? അതായത് ഈ അടുത്ത് നടത്തിയൊരു പഠനത്തിൽ നമ്മൾ കണ്ടെത്തിയത് ചെയ്യും എന്നാണ്. അതായത് സ്ക്രീൻ ടൈം ഒരുപാട് കൂടുന്ന കുട്ടികൾ ലാംഗ്വേജ് ഡിലേ മാത്രമല്ല സോഷ്യൽ സ്കിൽസും അഫക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സോഷ്യൽ സ്കിൽസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എങ്ങനെ ബാക്കിയുള്ളവരുമായിട്ട് പെരുമാറുന്നു, ഒരു പോയാൽ എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, അറിയാവുന്ന ലാംഗ്വേജ് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ടേമാണ് വെർച്വൽ ഓട്ടിസം. അതായത് ഇപ്പം സ്ക്രീൻ ടൈം ഒത്തിരി കൂടുതലുള്ള കുട്ടികൾക്ക്, ഈ ഒത്തിരി കൂടുതൽ നമ്മൾ 8-10 മണിക്കൂർ ഒരു ദിവസം സ്ക്രീൻ ടൈം കാണുന്ന കുട്ടികളുണ്ട്. അതപ്പം സ്ക്രീൻ ടൈം ഒരുപാട് കൂടുകയും ബാക്കി ഇന്ററാക്ഷൻസ് ഒക്കെ കുറയുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഓട്ടിസം ലൈക്ക് ബിഹേവിയേഴ്സ്, അതായത് ഓട്ടിസം ഉള്ള കുട്ടികൾ കാണിക്കുന്ന പോലത്തെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ രീതികൾ കുട്ടികളെ കാണിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ കാണിക്കുന്നതിനാണ് നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അതായത് അവർക്ക് ശരിക്കുമുള്ള ഓട്ടിസം ആയിരിക്കണമെന്നില്ല, പക്ഷേ സ്ക്രീൻ ടൈം കൂടുകയും പാരന്റ്സിൽ ഇന്ററാക്ഷൻ കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ബാക്കിയുള്ളവരുമായിട്ട് എന്താ പറയുക ഇടപഴകാനുള്ള ഒരു താല്പര്യക്കുറവ്, നമ്മളെ ചിലപ്പം വിളിച്ച് തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല, നമ്മൾ ഐ കോണ്ടാക്ട് മുഖത്ത് നോക്കിയെന്ന് വരില്ല, അല്ലെങ്കിൽ സംസാരത്തിന് ഒത്തിരി കാലതാമസം, സെൻസറി ഇഷ്യൂസ്, പല രീതിയിലുള്ള സെൻസറി ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പല ഫീച്ചേഴ്സ് അവർ കാണിച്ചു ഇരിക്കാം. അപ്പം അതിനെ നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പം ശരിക്കുമുള്ള ഓട്ടിസം വെർച്വൽ ഓട്ടിസം നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ
ശരി, എന്താ പറയാ, നമ്മൾ യൂഷ്വലി പറയാം ഒരു 6 മാസത്തെ ഇടവേള. അതായത് ഇപ്പൊ നമ്മൾ കണ്ടെത്തുവാണ് കുട്ടിക്ക് സ്ക്രീൻ ടൈം കൂടുതലാണെന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ ഇങ്ങനെ ഓട്ടിസം ലൈക്ക് ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കുകയാണെന്ന് നമ്മൾ അറിയുമ്പോൾ ആദ്യം നമ്മൾ പറയും സ്ക്രീൻ ടൈം കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറയും. അപ്പൊ അതിനോടൊപ്പം തന്നെ പാരന്റ്സ് ആൻഡ് ഇന്ററാക്ഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ തെറപ്പി, അതായത് നല്ലൊരു ലാംഗ്വേജ് സ്റ്റിമുലേഷൻ കിട്ടണം കുട്ടിക്ക്. ഇപ്പൊ സ്പീച്ച് തെറപ്പി ആവശ്യമെങ്കിൽ അതുപോലെ ഓക്കുപേഷൻ തെറപ്പി, അതുപോലെ ബാക്കിയുള്ള എന്താ പറയുക പ്രൊഫഷണൽസിന്റെ സേവനങ്ങളും അത് ഓരോ കുട്ടീനെ അനുസരിച്ചിരിക്കും. അതെല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അപ്പം ഇതെല്ലാം നല്ല സ്റ്റിമുലേഷനും എൻവയോൺമെന്റും സ്ക്രീൻ ടൈം നിർത്തും ഒക്കെ ചെയ്യുമ്പോൾ വെർച്വൽ ഓട്ടിസം ആണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു മാറ്റം നമുക്ക് 6 മാസം കൊണ്ട് കാണാൻ പറ്റും. ഇല്ല ശരിക്കും ഓട്ടിസം ആണെങ്കിൽ മാറ്റങ്ങൾ വരും, പക്ഷെ അതിന് ആ മാറ്റങ്ങൾക്ക് വരുന്ന പേസ് ഉണ്ട്. അതായത് ഒരു ഭയങ്കര സ്ലോ ആയിരിക്കും, നമുക്ക് ചേഞ്ചസ് കാണുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഓട്ടിസം ആണോ അതോ സ്ക്രീൻ ടൈം കൂടിപ്പോയത് കാരണം കാണിച്ചൊരു ബിഹേവിയേഴ്സ് ആണോ എന്ന് നമ്മൾ സാധാരണ തിരിച്ചറിയുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, വെറുതെ ചേഞ്ചസ് കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് നമ്മൾ വെറുതെ ഒരു ബിഹേവിയറൽ ചേഞ്ച് അല്ല. ഈ എന്താ പറയുക ന്യൂറോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് നമ്മൾ സ്ക്രീൻ ടൈം കൂടുമ്പോൾ നമ്മൾ തലച്ചോറിന് ഘടനകളിൽ പോലും മാറ്റങ്ങൾ വരും. അതായത് നമുക്കറിയാം നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഓരോ സംസാരത്തിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട്, നമ്മൾ മോട്ടോർ ആക്ടിവിറ്റീസ് നടക്കുന്നത് എഴുതുന്നൊക്കെ കൺട്രോൾ ചെയ്യാൻ എല്ലാത്തിനും ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഈ തലച്ചോറിൽ നമ്മൾ ഭാഷയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഭാഗങ്ങളെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നു എന്നാണ് നമ്മൾ എന്താ പറയുക സ്റ്റഡീസ് എല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരത്തിനെ കുറിച്ച്, സംസാര ഭാഷ വികസനത്തെ കുറിച്ച് പറഞ്ഞു, സോഷ്യൽ സ്കിൽസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞു അറ്റൻഷൻ അല്ലെ, അതായത് ശ്രദ്ധക്കുറവ് ഇഷ്യൂസ്. സ്ക്രീൻ ടൈം കൂടുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അറ്റൻഷൻ ഇഷ്യൂസ് വരുന്നത് എന്നാണ്. അപ്പം അതിൽ ഒരു കാരണം എന്ന് വെച്ചാൽ തലച്ചോറിന് അമിത ഉത്തേജനം അഥവാ സ്റ്റിമുലേഷൻ നമ്മൾ പറയും. അതായത് നിങ്ങൾ കാർട്ടൂൺസ് അല്ല കുട്ടികൾ കാണുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണ് അതിലെ വിഷ്വൽസ് ഇങ്ങനെ എന്താ പറയുക അനങ്ങുകയോ മാറുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ഇത്രയും ചെറിയ കുട്ടികൾ ഇത്രയും എന്താ പറയുക യങ് ആയിട്ടുള്ള ബ്രെയിൻ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം എന്താ പറയാ പിന്നീട് അവർക്ക് ക്ഷമയോടെ ഇരുന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ആ ഒരു ക്ഷമ കിട്ടാതെ വരും. അതായത് അവർക്ക് എന്താ പറയുക നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഭയങ്കര മന്ദഗതിയിലുള്ളതാണെന്നും അല്ലെങ്കിൽ അവർ ഒരു മികച്ചവയല്ലെന്നും ഒക്കെ തലച്ചോറിനെ ബാധിക്കുകയും അത് കാരണം അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാതെയും വരുന്നത്. അപ്പം അന്നേരമാണ് നമ്മൾ അറ്റൻഷൻ പ്രോബ്ലം ആയിട്ട് കുട്ടികളെ കൊണ്ടു നടക്കേണ്ടി വരും. അതിനോടൊപ്പം ഈ സ്ക്രീൻ ടൈം കൂടുമ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിനൊപ്പം തന്നെ എന്താ പറയുക സ്ക്രീൻ ടൈം കൂടുമ്പോൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കുട്ടികൾക്ക് ഒരു എന്താ പറയുക സിറ്റിംഗ് ടോളറൻസ് അല്ലെങ്കിൽ അറ്റൻഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് സമയം ക്ഷമയോടെ ഇരുന്ന് ചെയ്യേണ്ട ഏതൊരു ആക്ടിവിറ്റിയും നമ്മളെ സിറ്റിംഗ് ടോളറൻസും അറ്റൻഷനും ഒക്കെ കൂടാൻ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പം സ്ക്രീൻ ടൈം കൂടുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട കളികൾ, വായന, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കുറയുകയും ചെയ്യുന്നു. അപ്പൊ അതും അറ്റൻഷൻ ഇഷ്യൂസ് വരാനുള്ളൊരു സാധ്യത കൂട്ടുകയാണ് അവിടെ. അതുപോലെ തന്നെ വേറെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അതായത് നമ്മളെ കുട്ടികളുടെ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ ആപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ, ഒന്ന് മാച്ച് ചെയ്ത് കറക്റ്റ് ഓൾറെഡി എന്താണ് സ്ക്രീനിൽ എന്താ പറയുക പല സാധനങ്ങൾ പോപ്പ് ചെയ്യുന്നു, ക്ലാപ്സ് വരുന്നു, ഇല്ല ഇമോജീസ് വരുന്നു. അപ്പം അതെല്ലാം അത് കാണുമ്പോൾ നമുക്ക് ഇവൻ നമ്മൾ ഗൂഗിൾ പേയിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ അപ്പോൾ ഒരു സാധനങ്ങൾ പൊട്ടി വരും അല്ലേ. അത് കാണുമ്പോൾ ഓക്കെ അതൊരു നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ സ്ക്രീൻ ടൈം കൂടുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്താ റീഇൻഫോഴ്സ്മെന്റ്സ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അത് കഴിഞ്ഞിട്ട് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അത്രയും പെട്ടെന്ന് എന്താ പറയുക റിവാർഡോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റോ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ താല്പര്യക്കുറവ് വരാം. അത് എഗെയിൻ ഇഷ്യൂ ആയിട്ടായിരിക്കും നമുക്കത് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല ഉറക്കം കിട്ടാത്ത അവസ്ഥ, അതായത് സ്ലീപ്പ്, അത് കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാർക്കും അത് ആപ്ലിക്കബിൾ ആണ് അല്ലെ. അതായത് ഒരുപാട് സ്ക്രീൻ ടൈം നമുക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉറക്കത്തിന്റെ ഒരു ക്വാളിറ്റി അഫക്റ്റഡ് ആവാൻ പാടും. ഇപ്പൊ തന്നെ ഇപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇന്നലെ എന്തെങ്കിലും കാരണവശാൽ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, ഉറക്കം വരിക, അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവും അത്. അപ്പം അങ്ങനെ ഒക്കെ ഉണ്ടായിന്ന് വരാം അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് അത് ഉറക്കം ശരിയാവുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കൊരു കാര്യം ശ്രദ്ധിച്ചിരുന്ന് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും അവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് കുട്ടികളിലെ എന്താ പറയുക സെൻസറി ഇഷ്യൂസ്, അതായത് സ്ക്രീൻ ടൈം കൂടുന്ന കുട്ടികൾക്ക് ഇന്ദ്രിയ സംബന്ധമായ പ്രശ്നങ്ങൾ കാണാറുണ്ട്.
അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പരിമിതമായ മൾട്ടി സെൻസറി ഇൻപുട്ട്. അതായത് നമ്മളിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്രീൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ടി വി അല്ലെങ്കിൽ ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ സെൻസസ് ആണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഇന്ദ്രിയങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമ്മൾ കണ്ണ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മളുടെ ചെവി ഉപയോഗിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ വേറെ ഒരു സെൻസസും നമ്മളവിടെ ഉപയോഗിക്കുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധാരണ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, എന്തൊക്കെയാണത്? നമ്മൾ ടേസ്റ്റ്, നാവുകൊണ്ട് ടേസ്റ്റ് അറിയുന്നു, തൊടുമ്പം ടച്ച് അറിയാൻ പറ്റുന്നുണ്ട്, മണപ്പിക്കാൻ പറ്റും. അപ്പൊ തന്നെ എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ബോഡിയുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന വെസ്റ്റിബുലാർ എന്ന് പറയുന്ന സിസ്റ്റമാണ്. അപ്പം അതും ഒരു സെൻസറി ഇൻപുട്ട് തരുന്നത്. അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ്സിനെ കുറിച്ച്, അപ്പൊ ഞാനിപ്പോ കൈ ഇങ്ങനെ നീട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു എത്രത്തോളം നീട്ടി എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രൊപ്രിയോസിറ്റീവ് എന്ന് പറയും. അപ്പം ഇങ്ങനത്തെ പല എന്താ പറയുക സെൻസറി ഇൻപുട്സ്, എന്താ പറയുക നമ്മൾ സെൻസറി ഇന്റഗ്രേഷൻ എന്ന് പറയും. ഇത് എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പം അത് എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്കൊരു ഡെവലപ്മെന്റ് വരുന്നത്. കുട്ടികൾക്ക് പ്രധാനമായും അവരുടെ നേരത്തെ പറഞ്ഞ കാഴ്ചയും കേൾവിയും മാത്രമേ ഉപയോഗം വരുന്നുള്ളൂ, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കൂടുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ ഓട്ടം, ചാട്ടം, വലിഞ്ഞ് കയറുക, അങ്ങനത്തെ ആക്ടിവിറ്റീസ് പറയും. അപ്പം ഒരു കുട്ടി വെച്ചാൽ പല പല ടെക്സ്റ്റുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു, പല പല ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴാണ് അവരുടെ എല്ലാ സെൻസറി സിസ്റ്റംസും ആക്ടിവേറ്റ് ആവുകയും അതെല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻസറി സ്റ്റിമുലേഷൻ കുറയുമ്പോൾ കുട്ടികൾക്ക് സെൻസറി ഇഷ്യൂസ് ആയിട്ട് അത് മാറാറുണ്ട്. സെൻസറി ഇഷ്യൂസ് നമ്മൾ പല രീതിയിലായിരിക്കും കുട്ടികളെ. ചില കുട്ടികൾ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും, അതായത് അവർക്ക് ചെറിയൊരു സ്റ്റിമുലേഷൻ വരെ അവരുടെ ബ്രെയിൻ അത് ഒത്തിരി സ്റ്റിമുലേറ്റ്, അതായത് കുട്ടികളപ്പം ചില സൗണ്ട്സ് കേൾക്കുമ്പോൾ അവർക്ക് അരോചകമായിട്ട് തോന്നാറുണ്ട്, ചെവി പൊത്തിയിരിക്കുക, കരയുക, അല്ലെങ്കിൽ ചില കുട്ടികൾ ചിലപ്പോൾ പല്ല് കഴിക്കാൻ സമ്മതിച്ചൊന്നുമില്ല, അവർക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അല്ലെങ്കിൽ ചിലപ്പോൾ മുടി ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടൊക്കെ കാണിക്കാറുണ്ട്. ഇല്ല, ചില കുട്ടികൾ ഹൈപ്പോ സെൻസിറ്റീവ് ആയിരിക്കും, അതായത് അവർക്ക് കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടിയാൽ അവരുടെ ബ്രെയിൻ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കൂടുതൽ സെൻസറി സീക്കിംഗ് ആയിരിക്കും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പം ചില കുട്ടികൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുക. അപ്പം ആസ് പാരൻസ് നമുക്ക് തോന്നുന്ന അത് കുട്ടിയുടെ സ്നേഹപ്രകടനമായിട്ടാണ്. ചിലപ്പം ഇപ്പം എല്ലാ സാഹചര്യത്തിലും അത് അങ്ങനെ ആവണം എന്നില്ല. ചിലപ്പോൾ കുട്ടി ഹൈപ്പോ സെൻസിറ്റീവ് ആയതുകൊണ്ട് കൂടുതൽ സെൻസറി സീക്കിംഗ് ചെയ്യുന്നതും ആവാം. അപ്പം ഇങ്ങനെ ചില കുട്ടികൾ മിക്സ്ഡ് ആയിട്ട് കാണിക്കാറുണ്ട്, ചില കാര്യങ്ങളോട് ഹൈപ്പറും ചില കാര്യങ്ങളോട് ഹൈപ്പോ ആയിട്ട് കാണിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലായിരിക്കും കുട്ടികളുടെ സെൻസറി ഇഷ്യൂസ് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ഞാൻ പോകുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് ഫീഡിങ്, കുട്ടികൾക്ക് ഫീഡിങ് ഇഷ്യൂസ് വരാണ്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഞാൻ ഒരു പഠനത്തില് നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാര് കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നത് ഫീഡിങ്ങിന്റെ സമയത്താണ് അല്ലേ? അതായത് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പക്ഷെ അവർക്ക് എന്താ ഫീഡിങ് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അതും പല രീതിയിലായിരിക്കും കുട്ടികൾക്ക് അത് വരിക. ഒന്നെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഇപ്പൊ എനിക്ക് ഒരു ബിരിയാണി, ഇപ്പൊ എൻ്റെ മുമ്പിൽ ഒരാൾ ഒരു ബിരിയാണി കൊണ്ട് വെക്കാന്ന് വെച്ചോ, എനിക്കത് കാണുമ്പോൾ തന്നെ അത് കഴിക്കാനുള്ള കൊതി തോന്നും ഇല്ലേ? പിന്നെ അതിന് മണം അടിക്കുമ്പോൾ എനിക്ക് അത് കഴിക്കണമെന്ന് തോന്നും. പിന്നെ നേരത്തെ കഴിച്ച ടേസ്റ്റിന്റെ ഒരു ഓർമ്മ അല്ലെ? ഇങ്ങനെ നമ്മൾ പല പല സെൻസസ് ചേർന്നിട്ടാണ് എനിക്ക് ആ ഫുഡ്. പിന്നെ കൂടുതൽ പ്രൊപ്പേഴ്സേഷൻ, എനിക്ക് വിശക്കുവാണെങ്കിൽ എനിക്ക് അത് കഴിക്കാനുള്ള ടെൻഡൻസി കുറച്ചും കൂടെ കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പല പല എന്താ പറയാ നേരത്തെ നമുക്ക് കിട്ടിയ ഇൻപുട്ടിന്റെ ഭാഗമായിട്ടായിരിക്കും എനിക്കിത് കഴിക്കാൻ തോന്നുക. അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ ടൈം വെച്ച് കൊടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്യാണ്. അതായത് കുട്ടി സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുകയാണ് അല്ലേ? അപ്പം കുട്ടികൾ അത് എന്താ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല, അത് കാണുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്ന് അറിയുന്നില്ല, അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല, മണം എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് കുട്ടികളെ ശ്രദ്ധിച്ചൊന്നും വരില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ എന്താ അസോസിയേറ്റീവിലാണ്, അതായത് ഞാൻ ഫുഡ് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ മണവും കാഴ്ചയും ടേസ്റ്റും എൻ്റെ വിശപ്പിനൊക്കെ അസോസിയേറ്റ് ആണ്. പക്ഷെ സ്ക്രീനിന്റെ മുന്നേ അത് സ്ക്രീനുമായിട്ടാണ് അത് റിലേറ്റ്, അവരുടെ ബ്രെയിൻ അങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ. ഒന്ന്, കുട്ടികൾ ഓവർ ഈറ്റ്, അതായത് നമ്മൾ വയററിയാതെ കഴിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുട്ടിക്ക് ആവശ്യത്തിനെക്കാട്ടിയും കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കൂട്ടത്തില് സ്ക്രീൻ ടൈം കൂടുതൽ കാരണം ബാക്കി ആക്ടിവിറ്റീസ് കുറയുന്ന കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുകയും ചെയ്യും. അമിതവണ്ണം, പൊണ്ണത്തടി, അങ്ങനത്തെ എന്താ പറയാ
ആ, അത് അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾ നേരെ ഓപ്പോസിറ്റ്, അതായത് പിക്ക് ചെയ്തിട്ട് ചൂസ്, അതായത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം കഴിക്കുക, അങ്ങനെയും വരാറുണ്ട്. ഇപ്പം ഈ കുറച്ച് നാൾ മുന്നേ എൻ്റെ ഒപ്പിൽ വന്നൊരു കുട്ടി, ഏകദേശം എനിക്ക് 4 വയസ്സാവാറേ കുട്ടിയാണ്. ആ കുട്ടി 5 സാധനങ്ങളെ കഴിക്കണം. അതിൽ മെയിനായിട്ട് ആ കുട്ടി കഴിക്കുന്നത് ബിസ്ക്കറ്റ്, പാലിൽ കുതിർത്തത്, മനസ്സിലായി. അപ്പൊ അതായത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന ദോശ, ഇഡലി, ചോറ് അതൊന്നും കുട്ടി കഴിക്കില്ല, മനസ്സിലായി. അപ്പൊ ഇങ്ങനെയൊക്കെ ഭയങ്കര ചൂസി ആയിട്ട്, മനസ്സിലായി. അപ്പം ഇങ്ങനെയൊക്കെയാണ് ചില കുട്ടികൾ അമിതമായി കഴിക്കുകയും ചില കുട്ടികൾ വളരെ കുറച്ച് ചൂസി ഈറ്റേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യാറ്. കാരണം നേരത്തെ ഡിസ്ട്രാക്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്, അവരെ സെൻസസുമായിട്ട് ലിങ്ക് ചെയ്യാത്തത് കൊണ്ട്. പിന്നീട് അല്ലാതെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അതിന്റെ ടെക്സ്ചർ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇതിന്റെ ഒക്കെ കൂട്ടത്തിൽ ചിലപ്പം ചില പാരന്റ്സ് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അരച്ചും കൂടെ കൊടുക്കും, അല്ലെ. ചോറും പച്ചക്കറികളും ഒക്കെ ഇട്ട് വേവിച്ച്. കാരണം എന്താ, നമുക്ക് പൊതുവെ നമ്മളെ കുട്ടികൾ നല്ല എന്താ പറയുക, നല്ല തുണിയിരിക്കണം, അല്ലെ. അപ്പം അതിന് വേണ്ടിയിട്ട് പാരന്റ്സ് എല്ലാ ന്യൂട്രീഷനും കുട്ടിയുടെ വയറ്റിലെത്തണം എന്നുള്ള ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യാറ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കുട്ടിക്കവിടെ ചവയ്ക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ പിന്നീട് കുട്ടികൾക്ക് ചൂയിങ് ഒക്കെ, അതായത് കുട്ടിക്ക് എങ്ങനെ ചവയ്ക്കണം, എങ്ങനെ ഇറക്കണം എന്നൊക്കെ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്താറുണ്ട്. അപ്പൊ ഇതൊക്കെ സ്ക്രീൻ ടൈം കൂടിയാൽ വരാവുന്ന പ്രശ്നങ്ങളാണ്. അത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ സംസാരത്തിന് പ്രശ്നങ്ങൾ വരാം, പിന്നെന്താണ്, അറ്റൻഷൻ ഇഷ്യൂസ് വരാം, ബിഹേവിയർ ഇഷ്യൂസ് വരാം, സെൻസറി ഇഷ്യൂസ് വരാം, ഫീഡിങ് ഇഷ്യൂസ് വരാം. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എങ്കിലും ഞാൻ പറയാണ്, സ്ക്രീൻ ടൈം എപ്പോഴും നമ്മുടെ ഒരു വില്ലനായിട്ടല്ല ഞാൻ പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രാക്ടീസ് സ്ക്രീൻ ടൈം കാണുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇങ്ങനത്തെ ചില മാറ്റി. അതിൻ്റെ ഒപ്പം തന്നെ സ്ക്രീനിന് പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ക്രിയാത്മകമായ കളികൾ. അതായത് കുട്ടികളെ ഒത്തിരി എന്താ പറയാ ഫ്രീ ആയിട്ട് കളിക്കാൻ വിടുക, അവരുടെ കളിയിൽ ചേരുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഒരു ക്ലേ വെച്ച് അല്ലെങ്കിൽ മണ്ണിൽ ഇപ്പോൾ ഔട്ട്ഡോർ പുറത്തിറങ്ങിയിട്ട് സൈക്കിൾ ചോട്ടാം, മണ്ണിൽ കളിക്കാം, പുല്ലിൽ കളിക്കാം, അങ്ങനെ പല രീതിയിലുള്ള എക്സ്പോഷർ കൊടുക്കുക. ബുക്ക് വായിച്ചു കൊടുക്കുക. നിങ്ങൾ എത്ര പേര് കുട്ടികൾക്ക് ബുക്ക് വായിച്ചു കൊടുക്കാറുണ്ട്? അല്ലെങ്കിൽ ഏത് പ്രായം മുതൽ ബുക്ക് വായിച്ചു കൊടുക്കുക? അപ്പം നമ്മൾ വിശ്വാസമുണ്ട്, അല്ലെ, എഴുത്തിനൊക്കെ ഇരുത്തിയിട്ടേ ബുക്ക് കൊടുക്കാവുന്നൊക്കെ. അപ്പം 3 വയസ്സ് വരെയൊക്കെ ബുക്കേ തൊടാത്ത കുട്ടികളും ഉണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. പക്ഷെ പഠനങ്ങൾ പറയുന്നത് എത്രത്തോളം നേരത്തെ നമുക്ക് ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ അത്രയും ബെറ്റർ ആയിരിക്കും അവരുടെ ലാംഗ്വേജ് സ്കിൽസ്. അതായത് നമ്മൾ സംസാര ഭാഷ വികസനത്തിന് എന്താ പറയുക, വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡാണ് നമ്മൾ കുട്ടികൾക്ക് ബുക്ക് വായിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഓരോ പ്രായത്തിനനുസരിച്ചായിരിക്കും നമ്മൾ വായിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുവരെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് എങ്ങനെ വായിച്ചു കൊടുക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ കുറേ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറൊരു സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മൾ ഔട്ട്ഡോർ പ്ലേ, ഒരു സൈക്കിൾ ചവിട്ടാനും ബാക്കി കുട്ടികളായിട്ട് കളിക്കാനൊക്കെ അവസരം ഒത്തിരി കൊടുക്കുക. പസിൽസ്, ബിൽഡിംഗ് ബ്ലോക്സ്, അങ്ങനത്തെ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കാനുള്ള അവസരം കൊടുക്കുക. അപ്പൊ അതിനെ കാട്ടിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എഫക്റ്റീവായിട്ടും തോന്നിയിട്ടില്ല എന്താ പറയുക, നമ്മൾ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ, അതായത് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ തുണി കഴുകാൻ പോവാണ്, അല്ലെ. അപ്പൊ അപ്പോഴൊക്കെ കുട്ടീനെ കൂടെ കൂട്ടുക. നമ്മൾ ഒരിക്കലും ഒരു ചെറിയ കുട്ടീനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകില്ല, അല്ലെ. ആരെങ്കിലും ഒരാളുടെ ഒരു പ്രസൻസ് എപ്പോഴും കുട്ടിയുടെ അടുത്ത് കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പം 24 മണിക്കൂറും കുട്ടിയുടെ കൂടെ ഇരുന്ന് കളിക്കാനോ അല്ലെങ്കിൽ വർത്താനം പറയാനോ ചിലപ്പം ഇപ്പോഴത്തെ നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിന് പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും അതിനുവേണ്ടി പ്രത്യേക സമയം കണ്ടെത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പം കുട്ടി വളർന്നിരിക്കുന്ന സമയത്ത് ആരാണോ കുട്ടിയുടെ കൂടെ ഉള്ളത്, അപ്പം ഒന്നുകിൽ അവർ ചെയ്യുന്ന കാര്യം, കുട്ടി ചെയ്യുന്ന കാര്യം ലൈഫ് കമന്റിലൂടെ പറഞ്ഞുകൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഡ്രസ്സ് തുണി വാഷിംഗ് മെഷീനിൽ കഴുകാനിടാൻ പോവാണ്, കുട്ടിയുടെ കയ്യിൽ 2 ഉടുപ്പ് കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് പൈപ്പ് ഉറപ്പിക്കുക, അവരെ കൊണ്ട് സൂപ്പ് പൊടി ഇരിപ്പിക്കുക, എന്നൊക്കെ ഡ്രസ്സ് ഇരിപ്പിക്കുക. അതിന്റെ ഇടയിൽ സംസാരവും, അപ്പൊ ഒത്തിരി ഇന്ററാക്ഷൻസ് വരും. കുട്ടി സ്ക്രീനിൽ നിന്ന് മാറ്റി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇച്ചിരി മെനക്കേടാണെങ്കിൽ പോലും പതുക്കെ നമുക്കത് ശീലിച്ച് വരാവുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ട്രൈ ചെയ്യുക. കുട്ടികളെ കഴിയുന്നതും സ്ക്രീനിൽ നിന്ന് മാറ്റി നിർത്താം. താങ്ക് യു. ഹലോ സർ, പ്രസന്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചോദ്യോത്തര വേളയാണ്. ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാം. ഇപ്പോ മിസ് വൃന്ദയോട് കൂടി ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. മിസ് റെയ്സ ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ്, ഡോക്ടർ ആൻ വർഗീസ് സൈക്കോളജിസ്റ്റ് കൂടി ചേരുന്നു. വെൽക്കം മാഡം. ഇനി ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. ചോദിച്ചോളൂ. ഇത് ഇപ്പൊ ഒരു അമ്മയോ അച്ഛനോ ആണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കെയർ ഗിവർ, ഒരു പുറത്തുള്ള ഒരാളെ കുട്ടിയെ നോക്കാൻ വെച്ച് ഒരു ജോലിക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 2 വയസ്സ് വരെ സ്ക്രീൻ കാണിക്കരുതെന്ന് പറഞ്ഞാൽ
ചിലപ്പോ അത് നടന്നെന്ന് വരില്ല. അപ്പൊ എന്താ, അതിനെന്താണ് ഇപ്പൊ ഒരു സൊല്യൂഷൻ? ശരി. അതിന് സൊല്യൂഷൻ സത്യം അത് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ട സൊല്യൂഷനാണ്. കാരണം കുട്ടിയെ എങ്ങനെയൊക്കെ സ്ക്രീൻ കാണിക്കാതിരിക്കാം എന്നുള്ളത് നമ്മൾ ഒന്നുകിൽ ഇപ്പം ഒരു മെയ്ഡാണ് കുട്ടിയെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് സമയം കാണിക്കുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം പ്രാക്ടീസ് ചെയ്യാൻ കുട്ടിയെ എന്താ പറയുക മെയ്ഡിനെയും പരിശീലിപ്പിക്കാം. പിന്നെ വെച്ചാൽ നമ്മുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ചാണ്. പ്ലേ സ്കൂൾ പോലത്തെ ഒരു ഇതിലോട്ട് കുട്ടിയെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലേ സ്കൂളൊക്കെ വിടുമ്പോൾ ഒരേ കുട്ടികളുമായിട്ടുള്ള പ്രായത്തിലുള്ള കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ അവരുടെ ഡെവലപ്മെന്റിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പല പല ഓപ്ഷൻസ് ആണ്. അത് നിങ്ങളായിട്ട് കണ്ടെത്തേണ്ട ഒരു സൊല്യൂഷനാണ്. പക്ഷെ ആര് നോക്കിയാലും സ്ക്രീൻ ടൈം കൂടിയാല് കുട്ടികൾക്ക് എന്താ പറയാ ഈ പറഞ്ഞ പോലത്തെ പല പല പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. താങ്ക് യു മാം. ഞാന് ഗീതാകുമാരിയാണ്, തിരുവനന്തപുരത്ത് നിന്ന് തന്നെ. ഞാൻ ചോദിച്ചത് ഈ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കല്ല 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബാക്കി കേൾക്കാൻ പറ്റിയില്ല. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സ്ക്രീൻ ടൈം എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതാണോ ചോദ്യം? 10 വയസ്സിന് മേലോട്ടുള്ള, അതായത് 15 വയസ്സിനൊക്കെ മേലോട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്ട്രാറ്റജീസ് ആണ്. അവർക്ക് താല്പര്യമുള്ള മേഖലകളിലോട്ട് തിരിച്ചു വിടാം. പിന്നെ റെസ്ട്രിക്ഷൻസ് വയ്ക്കാം. അതായത് ഇപ്പം ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ആണ് സ്ക്രീൻ ടൈം എന്നുള്ള നമുക്കൊന്ന് റെസ്ട്രിക്ഷൻസ് വയ്ക്കാം. അത് കഴിഞ്ഞാല് കാണില്ല എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് എന്താ പറയാ വലിയ കുട്ടികളിലെ ചെറിയ കുട്ടികൾ കൺട്രോൾ ചെയ്യുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ റെസ്ട്രിക്ഷൻസ് വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യാം. ഒന്ന്, ഏറ്റവും അത്യാവശ്യം പേരൻസ് ആയ ആൾക്കാര് നിങ്ങൾ എന്ത് ചെയ്യുന്നെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മോഡൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. കാരണം ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം തീർച്ചയായിട്ടും ഒരു സ്ക്രീൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു, നമ്മൾ എത്ര സമയം കുട്ടികളുമായിട്ട് ചെലവഴിക്കുന്നു, 15 years above ആണെങ്കിൽ പോലും അവർ തമ്മിൽ നമുക്കൊരു സംഭാഷണം ഉണ്ടോ, കോൺവെർസേഷൻ ഉണ്ടോ, അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടോ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ബാക്കി കാര്യങ്ങൾ, പഠിക്കുന്ന ഒരു കുട്ടിയാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ചെയ്യേണ്ട കാര്യം, അവിടെ എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ. അപ്പം ഈ സ്ക്രീൻ ടൈം കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും അവിടെ ആകുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ബുദ്ധിമുട്ടാകുന്നു. പഠിത്തമാകാം, ഉറക്കമാകാം, കഴുപ്പായിരിക്കാം, കളിയായിരിക്കാം. ഏറ്റവും വലിയ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസം ഇതിനകത്ത് വരും. കുട്ടികൾക്ക് സമയം, സന്തോഷത്തിന് വേണ്ടിയാണ് ഇവർ ഇതിൻ്റെ അകത്ത് സ്ക്രീൻ കാണുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. ആ എൻജോയ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നതിലാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ആവശ്യത്തിന് ചെയ്യുക. അപ്പം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പഴയ ഹോബീസ് ഉണ്ട്. ഇപ്പം നമുക്ക് പല രീതിയിൽ പെയിന്റ്, ആർട്ട്, സ്റ്റിച്ചിങ് അങ്ങനെയൊന്നും ഇപ്പം നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാം, വീട്ടിൽ സഹായിക്കാം, ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാം. അങ്ങനത്തെ ഒരു സോഷ്യൽ ഇന്ററാക്ഷനോ അങ്ങനെയൊക്കെ വളരെ അധികം കുറഞ്ഞു പോയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പൊ ആ പഴയ കാര്യങ്ങൾ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ തന്നെ അതെങ്ങനെ മോഡൽ ചെയ്യണമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്ത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഒന്ന്. കുട്ടികൾ കളിക്കുന്നില്ല, കളിക്കാത്തത് കൊണ്ട് വരുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അറ്റൻഷൻ കുറവ് മുതൽ പഠനം വരെ ബാധിക്കുന്ന ലെവൽ വരെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം മൊത്തത്തിൽ അതിൻ്റെ അകത്ത് അഫക്റ്റഡ് ആയി പോകുന്നു. മാം, എന്റെ പേര് നിമ്മി എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. മാം പറഞ്ഞല്ലോ ഇപ്പൊ നമ്മള് TV ഒക്കെ ഓണാക്കി വെച്ചിട്ട് കുട്ടികൾ വേറെ കളിക്കുകയാണെന്നുണ്ടെങ്കിലും അവര് പാർഷ്യലി അവരുടെ ശ്രദ്ധ TV-യിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അതിന് പകരം ഈ റേഡിയോയോ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് പാട്ട് കേൾപ്പിക്കുക, അതും ഇതുപോലെ തന്നെ നല്ലതാണോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടാണോ വരിക? ഇപ്പം എന്നുവെച്ചാൽ കുറച്ച് സമയം നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടി വയ്ക്കുന്ന കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടില് അങ്ങനെ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെറിയ കുട്ടികൾക്ക് അതൊരു ഡിസ്ട്രാക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും വെച്ചു കൊടുക്കുന്ന ടെൻഡൻസി കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. മേ ബി ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോൾ
നമ്മള് ഫോൺ എടുക്കരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരേ സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല. ഒന്നീ നമ്മൾ ഫോണിൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ശ്രദ്ധിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു സാഹചര്യം. ഒരു സമയത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റൊരു കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധ ഇങ്ങനെ മാറി മാറിയാ പോകുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഔട്ട്പുട്ട് വരുന്ന കാര്യം, ഒരു പഠനമാണെങ്കിൽ പോലും ഇടയ്ക്ക് നമ്മൾ പഠിക്കും, ഇടയ്ക്ക് ടിവിയോ പാട്ടോ കേൾക്കും. അപ്പം അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു സമയത്ത് നമ്മൾ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു ആക്ടിവിറ്റി ആണ് നമ്മൾ മുന്നോട്ട് ചെയ്ത് പോകേണ്ടത്. 3 ആൺകുട്ടികളാണ്. ഒരാൾക്ക് 9 വയസ്സ്, ഒരാൾക്ക് 7 വയസ്സ്, ഒരാൾക്ക് 3 വയസ്സ്. അപ്പം കുട്ടികൾക്ക് TV കാണാനില്ല, ടിവിയുടെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഉള്ളത് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ ഞാൻ കുട്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ സമയം വെച്ച് കൊടുക്കും ഫോൺ നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവര് ഞാൻ കാണാത്ത ഫോൺ എടുക്കും. എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അവരതെടുത്ത് നോക്കും. അപ്പൊ ഞാനത് വാങ്ങി വെക്കും. അപ്പം ഒരു സ്ക്രീൻ ടൈം കുറവാണ് അപ്പൊ കുട്ടികൾക്ക് കിട്ടുന്നത്. ഒന്നില്ലെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റോ ടൈം വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പൊ ഇവര് സ്കൂളിൽ പോയി കഴിഞ്ഞാല് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിട്ടാവും. ഇവർക്ക് ഗെയിംസിന്റെ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കും. ഫോണിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഫ്രണ്ട്സ് പറയുമല്ലോ. അപ്പൊ ഇവര് വന്നിട്ട് നമ്മളോട് പറയും, ഉമ്മ ഞങ്ങൾക്ക് ഫോൺ തരുന്നില്ല, എല്ലാ കുട്ടികളും നോക്കുന്നുണ്ട്, കംപ്ലൈന്റ് പറയും. ഞാൻ ഈ ടൈം വെച്ച് ഫോൺ കൊടുക്കുന്നത് ഒരു തെറ്റാണോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കാര്യം പറയാം. ഇത് വേറെ ഒരു വീടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, സ്ക്രീൻ ടൈം ആവശ്യത്തിന് നമുക്ക് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഈ കുട്ടികളെയും കൂടെ ഇതിനെപ്പറ്റി ബോധവൽക്കരണവും ചെയ്യണം. അതേപോലെ തന്നെ അവർക്ക് വേറെ കാര്യങ്ങൾ, താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജും ചെയ്യിപ്പിക്കണം. സ്ക്രീൻ ടൈം നമ്മൾ അവിടെ പണ്ട് നമുക്ക് സ്ക്രീൻ ടൈമേ ഇല്ലായിരുന്നു, പക്ഷെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരുമായിട്ട് കളി ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ രീതിയിൽ വരുമ്പോ ഈ കുട്ടി അപ്പം ഈ കാര്യമായിരിക്കും അവിടെ പോയി പറയുന്നത്. ഇപ്പൊ എല്ലാ കുട്ടികളും ആ കാര്യം പറയുന്നത് കൊണ്ട് അത് ശരിയാകണമെന്നില്ല. അപ്പം സ്ക്രീൻ ടൈം അമ്മ കുറച്ചിട്ട് ബാക്കി ആക്ടിവിറ്റീസ്, താല്പര്യം ഓരോ കാര്യങ്ങൾ ഇവർക്ക് ഉൾപ്പെടുമ്പോൾ ഈ പ്രശ്നം പരിഹാരമാകാം. ഓക്കെ, താങ്ക് യു മാം. നമുക്ക് ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. വിർച്വൽ ഓട്ടിസം ഉള്ള കുട്ടികളുടെ തെറപ്പി ഇതിലെല്ലാം ഒരു ഒക്കുപേഷണൽ തെറപ്പിസ്റ്റിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിസ് ഹെന്ന ഫാത്തിമ. റൈസ മാഡം ആൻസർ ചെയ്യുന്നതാണ്. മാം, കുട്ടിക്ക് എത്ര വയസ്സാണെന്ന് അറിയാമോ? പറയാൻ പറ്റുമോ? ആക്ച്വലി ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്, അപ്പോ പൊതുവെ ചോദിച്ചതാണ്. ഓക്കെ, സോ വിർച്വൽ ഓട്ടിസമില് നമ്മൾ അതേപോലെ തന്നെ മാഡം പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ കുട്ടീനെ എൻഗേജ് ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തുക. കുട്ടിക്ക് എത്ര കോമൺ ആയിട്ടാണോ ചോദിക്കുന്നത് ഓട്ടിസം? ഓക്കെ, സോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ എൻഗേജ് ചെയ്യുക. സോ അതാണ് മാക്സിമം നമ്മൾ വിർച്വൽ ഓട്ടിസമിൽ ചെയ്യുന്ന. സെൻസറി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള കുറെ സെൻസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസും പസിൽസും അങ്ങനെയൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ കുട്ടിയുടെ ഏജ് അനുസരിച്ചാണ് നമ്മൾ മാക്സിമം മൊബൈൽ സ്ക്രീൻ ടൈം ഒഴിവാക്കുക. സോ അതിന് പകരം കുട്ടീനെ നമ്മൾ വേറെ എന്തെല്ലാം കളിപ്പിക്കാൻ പറ്റുമോ, കുറച്ച് നമ്മൾ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് പോലെ സ്റ്റോറി ടെല്ലിംഗ് പറയാ, നമ്മൾ തന്നെ കുറച്ച് എൻഗേജ് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യുക, അതേപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളായിട്ട് കളിപ്പിക്കുക. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ എൻഗേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹലോ ഹലോ, ഒരു ഡൗട്ടും കൂടി. ചോദിച്ചോളൂ മാം. നോർമലി ഈ വിർച്വലി ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് സെൻസറി ഇഷ്യൂസ് കുറവായിരിക്കോ ബാക്കി ഓട്ടിസം റിലേറ്റഡ് കുട്ടികൾക്ക് ഉള്ളതിനും കാട്ടി? അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ കുട്ടികളെ കണ്ട് അസസ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ കുട്ടി എത്രത്തോളം ആ ഒരു സ്ക്രീനായിട്ട് ബാധിച്ചിട്ടുണ്ട്, കുട്ടി എന്താണ് സ്ക്രീനിൽ കാണുന്നത്, സോ എത്ര മണിക്കൂർ കാണുന്നത്, സോ വീട്ടിലത്തെ ആ ഒരു എൻവിറോൺമെന്റൽ സിറ്റുവേഷൻ എങ്ങനെയാണ്, സോ പാരന്റും അതിൽ ഇന്ററാക്ട് ആവുന്നുണ്ടോ, അതെല്ലാം നോക്കണം.
സോ നമ്മൾ ഒരു കുട്ടി പോലെ വേറെ ഒരു കുട്ടി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. സോ ഇഷ്യൂസ് മാറാം. സോ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മാം. നമുക്ക് അസസ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കുട്ടി വന്നിട്ട്. ഓക്കെ, താങ്ക് യു മാം. ഹലോ, കേൾക്കുന്നുണ്ടോ? മിസ് ജെസ്സി ആണോ? അതെ അതെ ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു 2 ആവുന്ന ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ കാണിക്കാതിരിക്കുമ്പോ തന്നെ തറയിലിട്ട് അടിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഈ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി അമിതമായ വാശി, അല്ലെങ്കിൽ പേരൻസിന്റെ അടുത്തുനിന്ന് കിട്ടാതിരിക്കുമ്പോൾ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അടുത്തുനിന്ന് ഫോൺ വാങ്ങുന്നു, അല്ലെങ്കിൽ ഇത് കിട്ടാതെ വരുമ്പോൾ അവരെ ഉപദ്രവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മളത് ട്രീറ്റ്മെന്റ് എന്നൊരു ലെവലിൽ എങ്ങനെയാണത് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഈ ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് എനിക്ക് മനസ്സിലായത് 2 വയസ്സുള്ള ഒരു കുട്ടിയും 7 വയസ്സുള്ള കുട്ടിക്കും മൊബൈൽ ഫോൺ അമിതമായിട്ട് വന്ന പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഡെഫിനറ്റ്ലി അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സഹായം തേടണം. ഇപ്പം നമുക്ക് ആൽക്കഹോളോ അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് വരുന്ന അഡിക്ഷന് നമ്മൾ അതിനുവേണ്ടിയുള്ള മെഡിക്കൽ സൈക്യാട്രിക് സപ്പോർട്ട് സിസ്റ്റം ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിത ശൈലി നമുക്ക് മാറ്റി ഈ കുട്ടികൾക്ക് എങ്ങനെ വ്യത്യാസം വരുത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം പേരൻസിന് അത് ഡിഫിക്കൾട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു സേവനം എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ആ ജീവിത രീതി മനസ്സിലാക്കി എങ്ങനെ മാറ്റങ്ങൾ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുത്താം എന്നുള്ളതിന് വേണ്ടി അവർ സഹായിക്കുന്നതായിരിക്കാം. പക്ഷെ ഏറ്റവും അത്യാവശ്യമാണ് ഈ കാണുന്ന ഈ ദേഷ്യവും വാശിയും ഫോൺ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാനും ഡിഫിക്കൾട്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കണം തന്നെ ഇങ്ങനത്തെ ഒരു സെഷനിൽ തന്നെ വന്നിരിക്കുന്നത്. ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ നിന്നും വേറെ എന്തെങ്കിലും അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. ഹലോ ഹലോ ഹലോ, മിസ് വീണാജിത്തിനാണോ? ഹാൻഡ് റൈസ് ഹലോ, ഞാൻ വീണാജിതൻ. ചോദ്യം ചോദിച്ചോളൂ, അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ. ഞാനൊരു സോഷ്യൽ വർക്ക് കൗൺസിലറും കൂടാണ്. ഒരു സമയത്ത് എനിക്ക് വന്നൊരു കേസിൽ ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് ചെവി കേൾക്കാൻ കഴിയില്ല. അപ്പം സംസാരിക്കാനുള്ള ഇതിനുള്ള തെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി അമ്മയാണ് തെറാപ്പിക്കും കാര്യങ്ങൾക്കും കൊണ്ടുവന്നത്. പക്ഷെ വീട്ടിൽ വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒന്ന് ചെയ്യിപ്പിക്കാനുള്ള ടൈം അമ്മയ്ക്കില്ല. അമ്മ ജോലിക്ക് പോകും. അപ്പൊ വീട്ടില് അച്ഛന് ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളല്ല. പിന്നെ ഉള്ളത് ഗ്രാൻഡ് പേരൻസ് ആണ്. അപ്പൊ അവർക്ക് ഈ കുട്ടി എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് കുട്ടിക്ക് ചെറിയ സമയം മുതലേ ഫോൺ കൊടുത്തിട്ടാണ് അതിനെ അടക്കി ഒരിടത്ത് ഇരുത്തുന്നത്. മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ വിടാനൊന്നും അവർക്ക് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ആ സമയത്ത് ഈ 6 വയസ്സിന് ഇടയ്ക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കുട്ടി അറ്റാച്ച്ഡ് ആയിട്ടിരുന്നത് മൊബൈൽ ഫോണിനോടാണ്. ഇപ്പൊ 6 വയസ്സായ സമയത്ത്, ഇപ്പൊ 1ാം ക്ലാസ്സിൽ ചേർത്ത് 6 വയസ്സായ സമയത്ത് ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ സെക്ഷൽ ആയിട്ടുള്ള മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ബാക്കി പാർട്ടിസിപ്പൻസ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. അപ്പം ഈ കുട്ടി 6 വയസ്സായ കുട്ടിയുടെ ഭാഗത്തുനിന്ന് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടിയതായിട്ട് കണ്ട് അത് അവരുടെ റിലേറ്റീവ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇവര് പാനിക്കായി നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം ഈ സമയത്ത് ഇത് മൊബൈൽ ഫോണിനകത്തുനിന്ന് കണ്ട് വന്നതാണോ അത് ഈ കുട്ടിക്ക് പെട്ടെന്ന്, പെൺകുട്ടിയാണ്, അപ്പം പെട്ടെന്ന് ഹോർമോൺ ചേഞ്ചസ് വന്നിട്ടുള്ളതാണോ എന്നുള്ള കാര്യത്തില് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പൊ നമുക്കിത് കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന് മാത്രമേ കുട്ടിയോട് സംസാരിക്കാൻ പറ്റൂ. അമ്മയ്ക്ക് പോലും കറക്റ്റ് കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുമില്ല ഇതുവരെ.
അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഇത് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ കൊണ്ടാണോ കുട്ടി ഈ പറയുന്ന നമ്മള് ചില ന്യൂഡായിട്ടുള്ള ലൈവ് വീഡിയോസ് ഒക്കെ ഇടുന്ന ആൾക്കാർ ചെയ്യുന്ന രീതിക്ക് മൊബൈൽ ഫോൺ ഓൺ ആക്കി വെച്ച് ഫ്രണ്ട് ക്യാം ഓൺ ആക്കി വെച്ചതിന് ശേഷം കുട്ടിയുടെ ശരീരഭാഗങ്ങൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യുവാണ്. പ്രൈവറ്റ് പാർട്സ് ഉൾപ്പെടെ വൾഗർ ആയിട്ടുള്ള രീതിയിൽ കാണിച്ചിട്ട് ഫ്രണ്ട് ക്യാമിൽ കാണിച്ചിട്ട് കുട്ടി റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പൊ ഈ റെക്കോർഡ് ചെയ്ത സാധനങ്ങൾ മൊബൈൽ ഫോണിൽ സേവ് ആയിരിക്കുന്നത് ആരോ കണ്ടിട്ടാണ് ഈ സംഭവം അറിഞ്ഞത്. അപ്പൊ ഒരു 70-നടുത്ത് വീഡിയോസ് കുട്ടി റെക്കോർഡ് ചെയ്തത് ആ മൊബൈൽ ഫോണിന്റെ ഗാലറിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണോ അതോ ഈ സ്ക്രീൻ അഡിക്ഷൻ കൊണ്ട് ഇങ്ങനെ ആയി പോകുന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നില്ല. ഞാനത് ചെയ്തത് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വിടാൻ പറഞ്ഞു വിടുക ചെയ്തത്. പക്ഷെ എനിക്ക് ഇതുവരേക്കും അതിനൊരു ക്ലാരിറ്റി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഡൗട്ട് ചോദിച്ചത്. ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ചിലപ്പം ഇത് വേറെ ആരെങ്കിലും ചെയ്തതും കണ്ടിട്ടുണ്ടായിരിക്കാം. അതൊരു മൊബൈൽ ഫോണിൽ നിന്ന് ചിലപ്പോൾ ഇത് പഠിച്ചിട്ടില്ലായിരിക്കാം. ആരെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ പുള്ളിയെ കാണിക്കുകയോ നമുക്കറിയത്തില്ല, അബ്യൂസ് ലെവലോ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടോന്നും നമുക്കറിയത്തില്ല. അങ്ങനെയും വരാം. ഈ കുട്ടിക്ക് പിന്നെ ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് ആരുടെ അടുത്ത് വിട്ടാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് കുട്ടിയുടെ അടുത്തൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ വീട്ടിന്റെ സാഹചര്യത്തിൽ വെച്ച് വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ നമുക്ക് മൊബൈൽ ഫോൺ കാരണം ഹോർമോണൽ ചേഞ്ച് കാരണം മൊബൈൽ ഫോണിന്റെ അകത്ത് ഇങ്ങനെ എടുക്കണം എന്നില്ല. കണ്ടതാണോ, മോഡലിംഗ് ആണോ, അല്ലെങ്കിൽ ഈ ഫോൺ തന്നെ നമ്മൾ തുറക്കുമ്പോൾ ആക്സിഡന്റലി പല സൈറ്റിലേക്ക് പോകാം. പക്ഷെ എങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യാൻ പഠിച്ചെന്നുള്ളത് നമുക്കറിയത്തില്ല. പല കാരണം ഒരു 6 വയസ്സായ ഒരു കുട്ടിയാണ്, അല്ലാതെ ഒരു വലിയൊരു കുട്ടിയുമല്ല. സാഹചര്യം മനസ്സിലാക്കിയാലേ നമുക്ക് എന്തായിരിക്കും അവിടെ സംഭവിച്ചത്, വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ, ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. ഹലോ, ചോദിച്ചോളൂ. എന്റെ പേര് മുഗ്നാന്നാണ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ആദ്യത്തെ നേരത്തെ പറഞ്ഞ വിർച്വൽ ഓട്ടിസം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കൊച്ചു കുട്ടികൾ ഇപ്പോ നന്നായിട്ട് സംസാരിച്ച് വരുന്ന പ്രായമായിരിക്കും. അപ്പൊ അവരുടെ സ്ക്രീൻ ടൈം കൂടിയിട്ട് സംസാരം നിൽക്കുന്നു പാരന്റ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അതായത് ഒരു റിഗ്രഷൻ സംഭവിച്ച കുഞ്ഞിന് നമ്മൾ പിന്നീട് സ്ക്രീൻ ടൈം കൊടുക്കേണ്ടത് ഉണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം മാഡം. ഓക്കെ. അതായത് ഇപ്പം സ്ക്രീൻ ടൈം ഞാൻ പറഞ്ഞില്ല എപ്പോഴാണ് സ്ക്രീൻ ടൈം തുടങ്ങിയത് എന്നതിന് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചിലപ്പം കുട്ടി 1 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ വേർഡ്സ് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ടാവാം സ്ക്രീൻ ടൈം തുടങ്ങിയത്. അപ്പം അങ്ങനെ സ്ക്രീൻ ടൈം കൂടുമ്പം നേരത്തെ പറഞ്ഞ പോലെ പാരന്റ്സ് ഇന്ററാക്ഷൻ കുറയുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് റിഗ്രഷൻ വരാറുണ്ട് കുട്ടികൾക്ക്. അപ്പം അങ്ങനെ റിഗ്രഷൻ വന്ന കുട്ടികൾക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം കുറയ്ക്കുകയും നല്ല പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള സൊല്യൂഷൻ. അതായത് വേറൊന്നും നമുക്ക് അതിന് വേണ്ടി ചെയ്യാൻ. പ്രൊഫഷണൽ ഹെൽപ്പും കൂടെ വേണമെങ്കിൽ നിങ്ങൾ എടുക്കണം. കുട്ടിയുടെ സംസാരം പുറമോട്ട് പോയത് കൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം. എന്തുകൊണ്ടാണ് ഇത് മാത്രമാണോ, അല്ലെങ്കിൽ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് അവര് പറയണം എന്ത് ചെയ്യണം എന്നുള്ളത്. അതായത് മാം അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കാൻ, ഈ റിഗ്രഷൻ സംഭവിച്ച ഈ കുഞ്ഞിന് പിന്നീട് നമ്മൾ പേര് വിളിക്കുമ്പോഴും പേര് വിളിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനും വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൈക്കോളജി ആണോ റെഫർ ചെയ്യേണ്ടത്, തെറാപ്പീസ് എടുക്കാനാണോ പറയേണ്ടത്? ഒരു ടീം അപ്രോച്ച് ആണ്. സ്പീച്ച് കൊണ്ട് ഡെഫിനറ്റ്ലി സ്പീച്ച് പത്തോളജിസ്റ്റ് അതിൻ്റെ അകത്ത് വരും, സൈക്കോളജിസ്റ്റിന്റെ ഡെവലപ്മെന്റ് വരുന്നത് കൊണ്ട് അത് വരും. പിന്നെ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാത്ത നമ്മുടെ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റും വരും. ഇവരെ കാണുമ്പോൾ തന്നെ വേറെ ഏതെങ്കിലും മെമ്പേഴ്സിനെ പ്രൊഫഷണൽസിനെ കാണിക്കണം എന്ന് വരുവാണെങ്കിൽ അവർ റെഫറും കൂടെ ചെയ്യും. ചിലപ്പം പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിനെയും കൂടെ കാണിക്കേണ്ടി വരുമായിരിക്കും. കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടീം തന്നെ നിങ്ങളോട് പറയും വേറെ ആരൊക്കെ കാണണം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ ചോദ്യം. ഓക്കെ. അതായത് ഇപ്പോ 5 വയസ്സുള്ള കുട്ടി, ഇപ്പൊ ഒരു 4-5 വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ഫുള്ള് സ്ക്രീൻ ടൈം കാണുന്നുണ്ട്, ഫോൺ ടിവിസ് കാണുന്നുണ്ട്. അപ്പൊ ആ കുട്ടികളിൽ ഇമിറ്റേഷൻ നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ ഈ സ്ക്രീൻ ടൈമും ഇമിറ്റേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു സജഷൻസ്
ആ കുട്ടികൾക്ക് വീഡിയോസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും? എത്തരത്തിലുള്ള വീഡിയോസ് ആ കുഞ്ഞുങ്ങളെ നമുക്ക് കാണിക്കാൻ പറ്റും? ഇപ്പൊ ഈവൻ കാർട്ടൂൺസിനാണെങ്കിൽ പോലും അതിന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്ന പല കുട്ടികളുണ്ട്. അപ്പൊ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ആക്ച്വലി ഈ ഇമിറ്റേഷൻ അല്ലെങ്കിൽ മോഡലിംഗ് തന്നെ പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ ഇവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ, പ്രത്യേകിച്ച് വയലൻസ് ആണ് കുട്ടി കാണുന്നത്, അത് വയലന്റ് ബിഹേവിയർ കാണിക്കുവാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ടെലിവിഷൻ പ്രോഗ്രാംസ് കാണിക്കാതിരിക്കുക. കുട്ടികളുടെ ഈ പ്രായത്തിൽ എല്ലാ പ്രായത്തിലും നമ്മൾ അനുകരിക്കും. അപ്പം ഈ അനുകരണം വേണ്ടാത്ത സ്വഭാവത്തിലാണെങ്കിൽ ഈ കാണിക്കുന്ന കാര്യവും അങ്ങനത്തെ കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് മാത്രം ഇവരെ കാണിക്കുക. ഹലോ, ചോദിച്ചോളൂ, ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ടീനേജ് ഒരു ടൈമില് യൂഷ്വലി പെൺകുട്ടികളിൽ ഒരുപാട് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഒക്കെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ സോഷ്യൽ മീഡിയാസിന്റെ ഓവർ യൂസ് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡൽട്ട് ആവുന്ന സമയത്ത് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് കാണിക്കുന്നതിനുള്ള ഒരു ഏർലി സിംറ്റം ആണോ? അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസസ് ഒക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒരു വ്യത്യാസം വരുമോ? അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഔട്ട് ഓഫ് സ്ക്രീൻ ടൈം ആണെന്ന് തോന്നുന്നു. ബട്ട് ഇപ്പൊ നമ്മൾ കാണുവാണെങ്കിൽ ടീനേജ് പ്രായത്തിൽ ക്ലാസ് റൂം ഇന്ററാക്ഷൻ ഒക്കെ ടോട്ടലി നേരത്തേനെക്കാട്ടിലും വ്യത്യാസമാണ്. ബോയ് ഗേൾസ് തമ്മിൽ സംസാരിക്കുന്നതും അവരുടെ ടോപ്പിക് എല്ലാം ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ അവരുടെ എക്സ്പോഷറും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ വരുമ്പോൾ ഇതിനുള്ള കുറച്ചും കൂടെ പ്ലാറ്റ്ഫോം അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പം ഐഡിയലി ടീനേജേഴ്സ് ഒന്നും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഉള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ നിയന്ത്രണം വരുത്തുക. ഉപയോഗിക്കുവാണെങ്കിൽ അതിനുള്ള ദോഷം ഗുണം അതെല്ലാം അവർ മനസ്സിലാക്കി വേണം ചെയ്യാൻ. പിന്നെ നമുക്ക് ഇവരെ ഓറിയന്റ് ചെയ്യാൻ പറ്റുന്നത് ഈ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ടത്, വാട്ട് ഇസ് യുവർ റോൾ, ഇപ്പം നിങ്ങൾ ഈ പ്രായത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് കുറച്ച് അവരെ ഓറിയന്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അവരെ മോണിറ്റർ ചെയ്യുക. അവരുടെ കൂടുതൽ സമയം ഇങ്ങനത്തെ കാര്യങ്ങളാണോ അല്ലെങ്കിൽ പഠനത്തിന് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, അങ്ങനത്തെ രീതിയിൽ നമുക്കൊന്ന് ഷെഡ്യൂളിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ഒരു ടോട്ടലി ഇപ്പം പഠനം വിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വലി അത് മനസ്സിലാക്കി എന്ത് ചെയ്യാനായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു മാം. മാം, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചോദിച്ചോളൂ. ഞങ്ങള് ഇന്ത്യയുടെ പുറത്താണ്. അപ്പോ മോന്റെ തെറാപ്പിക്ക് ഓൺലൈൻ ആയിട്ടുള്ള തെറാപ്പിയാണ്. അപ്പൊ അത് ഓഫ് കോഴ്സ് ലാപ്ടോപ്പ് വഴിയാണ്. അത് ഈ സ്ക്രീൻ ടൈം ആയിട്ട് ആ ഒരു കാറ്റഗറിയിൽ വരുമോ? ഇല്ല, കാരണം അത് നമ്മളൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പം ഓൺലൈൻ സെഷൻ എടുക്കുന്നത് ഒരിക്കലും നമുക്കത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ മെറ്റീരിയൽസും എല്ലാം ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, അതേ ഇപ്പൊ വെർബ് പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിലും സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിലും ഞാൻ പിന്നീട് എല്ലാ ദിവസവും ലാപ്ടോപ്പ് വെച്ചിട്ടാണ് മോനോട് സംസാരിക്കാറ്. അപ്പൊ അത് പക്ഷെ ഞാൻ കൂടെ ഇരുന്നിട്ട് അത് നോക്കി പറയിക്കുക എന്നുള്ളതാണ്. അതപ്പോ ഒരു ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം എന്നുള്ള പ്രാക്ടീസ് എന്ന രീതിയിലേക്ക് മാറുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ മോന് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് എപ്പോഴും ജനറലൈസേഷൻ എന്ന് പറയും. അതായത് സ്ക്രീൻ വഴിയാണെങ്കിൽ പോലും കുട്ടി പഠിച്ച കാര്യം റിയൽ ലൈഫിലും അത് കാണിച്ചു കൊടുക്കുകയും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ മതിയാവും. ഓക്കെ. പിന്നെ പുള്ളിക്കാരന് ഇപ്പൊ 6 വയസ്സായി. വളരെ ചെറുതായിരുന്നു ഇപ്പൊ സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ അറിഞ്ഞപ്പോ തന്നെ ഫുള്ളായിട്ട് നിർത്തി. ഇപ്പം സ്ക്രീൻ ടൈം ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ 6 വയസ്സെന്ന് പറഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആയോ, അതോ സ്റ്റിൽ ഞാൻ അത് സ്ക്രീൻ ഇനിയും അത് കൊടുക്കാതെ തന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ? കാരണം കൂടെയുള്ള കുട്ടികൾ ഗെയിംസ് കളിക്കുന്നു, ഓരോ റോബ്ലോക്സ് അങ്ങനത്തെ ഗെയിംസ് ഒക്കെ കളിക്കുന്നു. അപ്പൊ ഇവനതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് സ്ക്രീൻ ടൈം വേണ്ടാന്ന് വെച്ചിട്ട്. പക്ഷെ അത് ഈ പ്രായത്തിലും ആപ്ലിക്കബിൾ ആണോ? ആക്ച്വലി ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും എല്ലാവരും ഓൺലൈൻ ഗെയിംസ് ഒക്കെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐഡിയലി ഫിസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം വീട്ടിലാണെങ്കിലും അവർ ചിലപ്പം ഓൺലൈൻ ആയിരിക്കും ലൂഡോയും സ്നേക്ക് ആൻഡ് ലാഡറോ ചെസ് ഒക്കെ കളിക്കുന്നത്. സോ ഡു ദാറ്റ് ഫിസിക്കലി ചെയ്യുക. വീട്ടിൽ നമുക്ക് ഈ കാര്യങ്ങൾ കാണും, പക്ഷെ നമ്മൾ കുട്ടിക്ക് ചിലപ്പം കളിക്കാൻ ആളില്ല, നമ്മൾ കൂട്ടത്തിൽ കളിക്കുക. So and physical activity, outdoor activity is equally important. അതും വളരെ അധികം ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ രീതിയിലും കുട്ടികളെ ബാധിക്കും.
മാത്രമല്ല സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആണ് മുതിർന്നവർക്കും. നമ്മൾ കേൾക്കുന്ന ഓരോരുത്തർ തന്നെ അവരെ തന്നെ വിലയിരുത്തുക. എത്രത്തോളം സ്ക്രീൻ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, എത്രത്തോളം നമ്മളെ കുട്ടികൾ അനുകരിക്കുന്നതാണ് ആദ്യം നമുക്ക് വരേണ്ട ഒരു ബോധം. ഞാൻ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തോട്ടെ. കാരണം 6 വയസ്സിലെ കുട്ടീനെ കംപ്ലീറ്റ്ലി സ്ക്രീൻ നിർത്തണം എന്ന് ഞാൻ പറയുന്നില്ല. റെസ്ട്രിക്റ്റഡ് ആയിട്ട് കുറച്ച് സമയം കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് ക്വാളിറ്റി ആയിരിക്കണം, നമ്മളുടെ ഒരു സൂപ്പർവിഷൻ വേണം എന്നുള്ളതേ. ഇത് 6 വയസ്സ് ലേറ്റ് ആണോ തെറാപ്പിക്ക്, അതോ ഇത് കണ്ടിന്യൂ ചെയ്യാമോ? ഓൺലൈൻ ആണെങ്കിലും നമുക്ക് 6 വയസ്സെന്ന് പറയുന്ന ലേറ്റ് ആണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്. ഏത് പ്രായമായാലും നമുക്ക് തെറപ്പിയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. ഹലോ മാഡം. സർ മാഡം, ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ടെലിവിഷൻ അല്ലെങ്കിൽ മൊബൈൽ, ഈ 2 സ്ക്രീനും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ കുട്ടി താല്പര്യപ്പെടുന്നില്ല. ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന വെച്ചാണ്. അപ്പോൾ നമ്മളതിന് പണിഷ്മെന്റുകൾ കൊടുത്താലും അങ്ങനെ റീഎൻഫോഴ്സ്മെന്റ് ചെയ്താലും അതില്ലാതെ പറ്റുന്നില്ല. അതിനോട് റിയാക്ട് ചെയ്യുന്നത് വളരെ അഗ്രസീവായിട്ടാണ്. അപ്പൊ അവർക്കത് കഴിയുന്നില്ല. മുതിർന്ന കുട്ടികളുണ്ട്, അവരുടെ ജ്യേഷ്ഠ സിബിലിംഗ്, അവർ ഈ പറഞ്ഞ വേണം അവർക്കും എത്ര അടി കൊടുത്താലും അവർ ക്ലാസ് കഴിഞ്ഞാൽ എത്തുന്നത് തന്നെ മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ മൊബൈലിൽ ഒരു ഗെയിമാണ് കൂടുതൽ കാണുക. റീല് കാണുന്നതിനേക്കാൾ കൂടുതൽ ഗെയിമുകൾ കാണുന്നു. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഒന്ന് ഈ അഡിക്ഷൻ ഉണ്ട്, രണ്ടാമത്തേത് ഈ ഗെയിമിലൂടെ അച്ചീവ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും അതിൽ കിട്ടുന്ന ഒരു ഹീറോയിസം ഉണ്ടല്ലോ, അത് കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടാത്ത, വീട്ടിൽ അവർക്കൊരു അംഗീകാരം കിട്ടുന്നില്ല എന്നതിനെ ഓവർകം ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആണോ ആക്ച്വലി ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഓരോ അച്ചീവ്മെന്റുകൾ എൻജോയ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? അതേപോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ സ്ക്രീൻ അവർക്ക് നിർബന്ധമായി വേണമെന്ന് മറ്റേ ഈ ചെറിയ കുട്ടി പറയുന്നതും, ഈ 2 ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. Maybe the first question, നമ്മൾ തന്നെയാണ് ആ സാഹചര്യം ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സ്ക്രീനോ വെച്ചത് കൊണ്ടാണ് കുട്ടി അത് ആ ഒരു ശീലമായത്. അപ്പൊ ആ ശീലം മാറ്റാൻ ചിലപ്പം വളരെ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിന് പകരം കഥ പറഞ്ഞ് നോക്കുക, ആ രീതിയിൽ എന്തെങ്കിലും ആ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതാണ് അത്യാവശ്യമായ ഒരു കാര്യം ഇവിടെ. ഓക്കെ, രണ്ടാമത് പറഞ്ഞ ചോദ്യം, കളിയിൽ നിന്നും ആ ജയം വരുന്ന ആ സന്തോഷം വീണ്ടും നെക്സ്റ്റ് ലെവൽ അതാണ് പോകുന്നത്. സോ ആ ഒരു കളി നമുക്ക് ഓൺലൈൻ തന്നെ കളിക്കണമെന്നില്ല, നമുക്ക് ഫിസിക്കലി കളിക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒത്തിരി ഇൻഡോർ ഗെയിംസും ഉണ്ട്, അതേപോലെ തന്നെ ഔട്ട്ഡോർ ഗെയിംസ് ഏറ്റവും അത്യാവശ്യമാണ്, എല്ലാവർക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ശീലം നിർത്താൻ ഭയങ്കര പാടായിരിക്കും, അവരുടെ ദേഷ്യവും വാശിയും ഒക്കെ കൂടും. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നു കുറച്ച് കഴിയുമ്പം പേരൻസ് എനിക്ക് തരത്തില്ല എന്നൊരു ഇത് വരുമ്പം അത് കുറച്ച് കുറയുകയും നമ്മൾ ഇതിൽ നിന്നും വേറെ പല ആക്ടിവിറ്റീസിലേക്ക് ചാനലൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് കുറച്ചുകൂടെ അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ കുട്ടി കുറച്ചും കൂടെ ടയേർഡ് ആവുമ്പോ ഈ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞ് വിശപ്പോട് കൂടി കഴിക്കുന്ന സമയത്ത് ഈ സ്ക്രീൻ ടൈം അത്ര ഒരു ഇമ്പോർട്ടന്റ് ആവില്ല കുട്ടിക്ക്. സോ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എനി സ്വിമ്മിങ്ങോ സ്കേറ്റോ അങ്ങനെ എന്തെങ്കിലും വിടാൻ പറ്റുവാണെങ്കിൽ കുട്ടിക്ക് അതും നല്ലതായിരിക്കും. ഓക്കെ, സൈക്ലിംഗ് അതുപോലെ ഈ പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ, വേറെ ഒന്നും അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ അധികം പോകില്ല. അത് കുറച്ചും കൂടെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അങ്ങനെ കൊടുത്തു നോക്കാം സർ. ഓക്കെ, താങ്ക് യു. മാം, ഒരു ചോദ്യം കൂടെ മാം. ചോദിച്ചോളൂ. നമ്മൾ ഈ സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരുന്നതാണോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം അത് മാറ്റുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പോൾ ഇതിൽ ഏത് മെത്തേഡാണ് നല്ലത്? അമ്മ കുറച്ച് കൊണ്ടുവരാനുള്ള സാഹചര്യം എനിക്ക് തോന്നുന്നു പാടായിരിക്കും. കാരണം കുട്ടി വീണ്ടും കണ്ട് ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും രീതിയിലേക്ക് നമുക്ക് ചാനലൈസ് ചെയ്യാൻ വേണ്ടി, ഫോൺ കേടായി പോയി അല്ലെങ്കിൽ ടെലിവിഷൻ കേടായി പോയി, ഇങ്ങനെയാണ് നമ്മൾ പല രീതിയിലും പേരൻസ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അതാണെങ്കിൽ ഓക്കെ, ഓൾട്ടർനേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു മാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മാം? ചോദിച്ചോളൂ മാം, കുട്ടികൾ ഇപ്പം 5 വയസ്സ് തൊട്ട് 9 വയസ്സ് വരെ എന്റെ വീട്ടിലുണ്ട്.
അപ്പൊ ആ കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള കാർട്ടൂൺസ് ആണ് അവർ കാണുന്നതെന്ന് എനിക്ക് അറിയാം. പക്ഷെ അതിൽ ഏതൊക്കെ കാണാൻ പാടില്ല, അവർ എന്തൊക്കെ പ്രൊവോക്ക് ചെയ്യും, ഏത് കണ്ടാ പ്രൊവോക്ക് ചെയ്യും എന്ന ഒരു ഐഡിയ എനിക്കില്ല. സോ ഒന്ന് പറയാമോ മാം? ഡെഫിനറ്റ്ലി നമുക്ക് ഏത് ചാനൽ നല്ലതാണ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് ആ അനുകരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ പ്രവൃത്തിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള ചാനൽസോ പ്രോഗ്രാംസോ ആണ് കാണുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാണിക്കാതിരിക്കുക. കാരണം വിതരണം വരും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കണം. ആ ഭാഷയാണെങ്കിലും ആ രീതിയിൽ തന്നെ. ലാംഗ്വേജ് പോലും പിള്ളേർ അനുകരിക്കുന്നു. അപ്പം അതെല്ലാം നോക്കിയിട്ട് എന്ത് കാണിക്കാം നിങ്ങൾ നോക്കുക. ആ രീതിയിൽ നിങ്ങൾ ആ തീരുമാനം എടുക്കുക. ഇല്ല, ഇപ്പം പറയുന്നില്ലേ ഡോറ ആൻഡ് ഇത് കാണാൻ പാടില്ല, പെപ്പ പിഗ് കാണാൻ പാടില്ല, അതുപോലത്തെ ചോദിച്ചത്. ഓവർ സ്റ്റിമുലേഷൻ ഉള്ളതാണോ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഞാൻ എല്ലാ നമ്മൾ കാണുന്ന കാർട്ടൂൺ ചാനൽസിനൊക്കെ ഓവർ സ്റ്റിമുലേഷൻ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ തന്നെ ഈ ചാനൽസ് പെട്ടെന്ന് മാറ്റുന്നുണ്ട്. സോ അത് തന്നെ നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റഡ് ആകുന്നുണ്ട്, നമ്മുടെ അറ്റൻഷൻ അഫക്റ്റഡ് ആകുന്നുണ്ട് പല രീതിയിൽ. ഇപ്പൊ ചില ചാനൽസ് നിങ്ങൾ തന്നെ നോക്കിയിട്ട് തീരുമാനിക്കണം ഏത് പറ്റും ഏത് പറ്റത്തില്ല, ഹൗസ് ഇറ്റ് എങ്ങനെയാണ് ഈ എന്റെ കുട്ടിയെ ബാധിക്കുന്നത്, ആ രീതിയിൽ തീരുമാനിക്കണം. ഹലോ, ഓക്കെ മാം, താങ്ക് യു. ചോദിച്ചോളൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഇതൊക്കെ കാണണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്, യൂസ്ഫുൾ ആവുമായിരിക്കും. എനിക്കുണ്ട് 4 വയസ്സായിട്ടുള്ള ഒരു കുട്ടി. ആള് ഈ മാഷ ആൻഡ് ബിയേഴ്സിന്റെ കാർട്ടൂൺ കാണാൻ തുടങ്ങി. 4 വയസ്സായ കുട്ടിയാണ്. അപ്പോ അത് കാണാൻ തുടങ്ങിയതിന് ശേഷം കുട്ടിയിൽ ഭയങ്കര ADHD സിംറ്റംസ് ആണ്. അതായത് മാഷ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിട്ടില്ല, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ അതാണോ എന്നറിയില്ല, ആ ഒരു അനുകരണം വന്നതാണോ എന്നറിയില്ല. ഏതായാലും നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തു 3 മാസമായിട്ട്. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാർട്ടൂൺസ് നമുക്ക് തന്നെ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് നല്ലത് തോന്നുന്നു. അതെ, അതാണ് ഏറ്റവും നല്ല മാർഗം. നമ്മൾ കുട്ടികൾ എന്താണ് കാണുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക, എന്നിട്ട് അതനുസരിച്ച് തീരുമാനം എടുക്കുക. താങ്ക് യു ഫോർ ഷെയറിംഗ് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് നന്ദി. ബാക്കി പേരൻസും കേട്ട് കാണണം മാഡം പറഞ്ഞ ഈ റെസ്പോൺസ്. ഹലോ മാഡം. മാഡം, എനിക്കൊരു ചെറിയ ഒരാൺകുട്ടിയുടെ അമ്മയാ. മോന് ഒരുപാട് റീൽസ് കാണുന്നുണ്ട്. അപ്പൊ 13 വയസ്സ്. റീൽസ് കാണാന്ന് പറഞ്ഞാല് നമ്മൾക്ക് താമസം മാറേണ്ടി വന്നതിന് ശേഷം ഈ നെറ്റ് കണക്ഷൻ നമ്മുടെ TV എടുത്തു. നമുക്ക് കേബിൾ കണക്ഷൻ ഇല്ല. അപ്പം നെറ്റ് TV കണക്ട് ആയത് കൊണ്ടാണ് ഈ റീൽസ് കാണുന്നത്. ഷോർട്സ് ഉണ്ടല്ലോ, ഈ വണ്ടിയുടേതും അങ്ങനെ കുറെ കാണുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അതിലൊരു ലിമിറ്റ് വെക്കാനോ, അത് ഇനിയിപ്പോ ഈ നെറ്റ് കട്ട് ചെയ്യുകയാണോ ചെയ്യേണ്ടേ? കാരണം 2 മാസം കൊണ്ട് ആളെനിക്കൊരു ഇതിനങ്ങൊരു ട്രേസ് ആയിട്ട് കൊണ്ടിരിക്കുക പഠനത്തിൽ നിന്നൊക്കെ ഒരു മുന്നോട്ട്. നിങ്ങൾക്കിപ്പം എന്താണോ ആ ഒരു കാരണം, ഇത് കാരണം കുട്ടി ബാക്കി എല്ലാ കാര്യങ്ങളിലെയും ബാധിക്കുന്നു അല്ലെ, പഠനം അഫക്റ്റഡ് ആകുന്നു. അപ്പൊ അമ്മ നിങ്ങൾക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് അത് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ആ മാർഗം മാത്രമുള്ളെങ്കിൽ അത് തന്നെ നിങ്ങൾ ചെയ്യുക. അത് ആലോചിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് എന്താണ് ഗുണങ്ങൾ, എന്താണ് ദോഷങ്ങൾ, അതനുസരിച്ച് കൺട്രോൾ ചെയ്യുക. നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്താൽ കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് അത് പ്രശ്നമാകുമോ? അമ്മ, നമുക്ക് അങ്ങനെ മാനസികാവസ്ഥ ബാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് എന്താണോ അതിലേക്ക് ചാനലൈസ് ചെയ്യാൻ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഈ ഇങ്ങനെ റീൽസ് കാണേണ്ട ഒരു ആവശ്യമായ ഒരു കാര്യമല്ല അല്ലേ, പഠിക്കേണ്ട ഒരു സാഹചര്യമാണ്, അല്ലാതെ റീൽസ് കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമല്ല. അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഡെഫിനറ്റ്ലി അവിടെ ദേഷ്യം വരും, പ്രതികരണം വളരെ മോശമായിരിക്കാം. പക്ഷെ അപ്പൊ നമുക്ക് ഏതെങ്കിലും വേറെ കുട്ടിക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്ക് ചാനലൈസ് ചെയ്ത് ആ സമയം യൂട്ടിലൈസ് ചെയ്ത പ്രശ്നങ്ങൾ വലുതായിട്ട് കാണത്തില്ല. ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാൻ എന്താ ചോദിച്ചാല്,
കുറച്ചും കൂടെ ഈ ജിക്സോ പസിൽസോ അങ്ങനെ കുട്ടിക്ക് ഒരുപാട് ഈ സ്റ്റോറി പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ അതിലൊക്കെ ഒന്നും കൂടെ ഇൻട്രസ്റ്റ് വരുത്തിച്ചാല് കുട്ടി അതിൽ കുറെ നേരം ഇരിക്കുമ്പോ തന്നെ ഈ റീൽസ് കാണുന്നതും സ്ക്രീൻ ടൈമിന്റെ ഈ യൂസ് ഒക്കെ കുട്ടി മറക്കാൻ തുടങ്ങും. സോ അതുപോലെ എന്തെങ്കിലും പസിൽസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു ബ്ലോക്സ് ആക്ടിവിറ്റിയോ അങ്ങനെ കുട്ടിയുടെ ഏജിനനുസരിച്ച് തന്നെ എന്തെങ്കിലും ബോർഡ് ഗെയിംസോ അങ്ങനെയൊക്കെ എൻഗേജ് ചെയ്യാൻ പറ്റും. സോ ഒത്തിരി നേരം സിറ്റിംഗ് ആക്ടിവിറ്റീസ് തന്നെ കൊടുക്കണമെന്നില്ല, കൂടെ തന്നെ ഫിസിക്കൽ ആയിട്ട് ഒരു സ്കെഡ്യൂൾഡ് പോലെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാം. ഇത് കണ്ടിട്ട് ഇപ്പൊ ആളില് നമ്മൾ ഏതൊരു വണ്ടിയുടെ കാര്യമോ ഫോണിന്റെ കാര്യമോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം വളരെ നമുക്ക് ആ പ്രായത്തിൽ കഴിഞ്ഞുള്ള അറിവുകളായി പോയത്. ഓക്കെ അമ്മ, അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ബാധിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു കൺട്രോൾ, നിയന്ത്രണം ഇവിടെ ആവശ്യമുണ്ട്. ഹലോ മാം. ചോദിച്ചോളൂ. എന്റെ മോന് 10 വയസ്സായി. അപ്പൊ അവന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം സാറ്റർഡേ സൺഡേസ് മാത്രമേ ഉള്ളൂ. വീക്കിലി എല്ലാ ദിവസവും കൊടുക്കുക അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഫുട്ബോൾ നന്നായി കളിക്കും. സൺഡേ സാറ്റർഡേ നന്നായിട്ട് ഫുട്ബോൾ ഒരു 2 hours എല്ലാം ഡെയിലി എല്ലാ സാറ്റർഡേസ് ഉണ്ട്. പിന്നെ പുറത്ത് പോയിട്ട് കൂട്ടുകാരുടെ കൂടെ ഇതുപോലെ തന്നെ ഫിസിക്കലി നന്നായിട്ട് കളിക്കുന്ന ആൾ തന്നെയാണ്. വീട്ടിലിരുന്ന് സ്ക്രീൻ ടൈം കുറവാണ്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എപ്പോഴേലും ഒരു സാഹചര്യത്തിൽ നമുക്കത് കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അവൻ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവാണ്. പിന്നെ ആളത് ഭയങ്കര ഇമോഷണലി നമ്മളതിനെ തളർത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ അങ്ങനെ വാക്കുകളാണ് ആള് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിനൊരു ആളിപ്പോ ഞാൻ ഇപ്പത്തെ എന്റെ കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ഞാനും ഹസ്ബൻഡും മോനും അവിടെയാണ്. അപ്പൊ അതും കൂടിയൊക്കെ ആയപ്പോ ആള് ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റഡീസിന്റെ കാര്യത്തിലും എല്ലാം. അപ്പോൾ ഈ സ്ക്രീൻ ടൈം കുറവാണ്, എന്നിരുന്നാലും കിട്ടുന്ന സമയം മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനെ ചൊല്ലി വീട്ടിലെ കുറച്ച് തർക്കങ്ങളും അങ്ങനെ അവന്റെ ദേഷ്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി നന്നായിട്ട്. അമ്മ, ഇത് സ്ക്രീൻ ടൈം തന്നെ ആണോ? ഓർ അമ്മ അവിടെ എത്ര വയസ്സാണ്? മോനെ 10 വയസ്സായി. ഞാൻ വരുന്നതിന് മുമ്പും ഇങ്ങനെ തന്നെയാണ്, ഡെലിവറി കഴിഞ്ഞതിന് മുമ്പും ഉള്ള സിറ്റുവേഷൻ തന്നെയാണ്. ഈ സ്ക്രീൻ കൊടുക്കാത്തപ്പോൾ മാത്രമാണ് ഈ പ്രോബ്ലം വരുന്നത്? അതെ. ഫോൺ നമ്മൾ കൊടുക്കാൻ നമ്മളൊരു കണ്ടീഷൻ ഏതൊരു സിറ്റുവേഷൻ കൊണ്ട് പറ്റണില്ല. ഇപ്പൊ നമുക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തിരക്കിൽ നമ്മൾ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഞാൻ തരാന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പൊ തന്നില്ലല്ലോ, ഇപ്പൊ എന്നെ പറ്റിക്കാണ്, അങ്ങനെ ആളതിമ്മ കയറി പിടിക്കും. പിന്നെ പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എടുത്തിടും ആള്. അപ്പൊ അമ്മ, എനിക്ക് തോന്നുന്നത് ഇത് ഇൻഡിവിജ്വലി നിങ്ങളൊന്ന് കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ചെയ്യുന്നത് നല്ലത്. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ വേണ്ടി നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കുക. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ 10 വയസ്സായ കുട്ടി നമുക്ക് കുറച്ചും കൂടെ പുള്ളിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പുള്ളിയുടെ സൈഡിൽ നിന്നും കൂടെ നമുക്ക് കേൾക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാൻ പറ്റും. ഹലോ മാം. ചോദിച്ചോളൂ മാം. എന്റെ കസിനോട് ചോദിക്കുന്നത് ഏകദേശം ഒരു 14 years ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒരു കുറച്ചുകൂടെ ആളുകളൊക്കെ ഉള്ള പരിചിതമായിട്ടുള്ള സ്ഥലത്തായിരുന്നു. ഇപ്പൊ ഒരു റീലൊക്കേറ്റ് ചെയ്തപ്പം കൂടുതലും ഫ്രണ്ട്സ് ഇല്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് ഫോൺ അഡിക്റ്റ് ആണെന്ന് തന്നെ പറയാം. ഇപ്പം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാല് ഫോൺ വേണം. ആ ഫോൺ അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുവാണെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് എറിയുക. ഈ റീസെന്റ് തന്നെ അതിന്റെ ചാർജർ എടുത്ത് നമ്മളൊന്ന് ഒളിപ്പിച്ചു വെച്ചപ്പോഴത്തേന് ചാർജർ കിട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് അലറുമായിരുന്നു. അലറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു കൊടുത്തില്ല, അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നൈറ്റ്. ഇത് ഏകദേശം ഒരു വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് ഒരു 4 o'clock ടു നൈറ്റ് 12 o'clock വരെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാണ്. വേറെ ഒരു ഇൻട്രസ്റ്റിലേക്ക് മാറ്റി വിടാമെന്ന് നമ്മൾ നോക്കുമ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ലാണ്. ആള് കുറച്ച് ഒബിസിറ്റിയും ഉണ്ട്. എത്ര വയസ്സുള്ള കുട്ടിയാണിത്? ഏകദേശം 14 years. ഇത് ഡെഫിനറ്റ്ലി പ്ലീസ് കുട്ടിയെ കാണിക്കുക, ഹെൽപ്പ് എടുക്കുക. എന്നാലും എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെയ്യാൻ പറ്റും. Hi ma'am, good morning. ചോദിച്ചോളൂ.
ഫസ്റ്റ് എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുമുണ്ട്. ഫസ്റ്റ് ഷെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊരു സ്കൂളിൽ പോകുമായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ മോനെ ഞാൻ പേരൻസിൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ ഇനിഷ്യലി ആ ഒരു സ്ക്രീൻ ടൈമും ലൈക്ക് ഫോണും ഫുഡുമായിട്ട് ഞാൻ ഒരു കണക്ഷനും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പേരൻസിൻ്റെ അവിടെ ആക്കിയപ്പോൾ അവർക്ക് ഈ ഫുഡ് കൊടുക്കാൻ കുറച്ചും കൂടെ വയറ് നിറയ്ക്കാൻ വേണ്ടി അവരിങ്ങനെ കുറേശ്ശെ ഫോൺ കാണിച്ചു കൊടുത്ത് പിന്നെ ഒരു 2-3 വീക്സ് ആയപ്പം ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ഒരു ഫോൺ ഇല്ലാതെ പറ്റൂല എന്നുള്ളൊരവസ്ഥയിലായി. പിന്നെ ഭയങ്കര വാശിയായിരിക്കും, ഇതുപോലെ തറയിൽ വന്ന് വീഴലും അടിക്കലും ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോഴാണ് ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഇപ്പം ഭയങ്കരമായിട്ട് സ്ക്രീൻ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ വന്നിട്ട് ഈ മാം പറഞ്ഞ കണക്ക് തന്നെ ഞാൻ ആ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു നോ എന്ന് വെച്ചാൽ നോ എന്ന് പറഞ്ഞു. ഫുഡ് വേണമെങ്കിൽ കഴിച്ചാൽ മതി, കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് നോ ഫോൺ ആൻഡ് ഫുഡ് എന്ന് പറഞ്ഞു. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് ഞാൻ ഫോൺ എടുത്തുകൊണ്ടങ്ങ് പോയി. അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് എല്ലാ ഡ്രാമയും കാണിച്ച് പേരൻസ് പറഞ്ഞു നീ കൊടുക്ക് ബഹളമാവുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തില്ല. അത് ഫസ്റ്റ് ഡേ ആയി, സെക്കൻഡ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് മനസ്സിലായി ഇത് വാശി പിടിച്ചിട്ട് കാര്യമില്ല, നത്തിങ് ഇസ് ഗോയിങ് ടു വർക്ക് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായി. പിന്നെ അതിന് ശേഷം വിശക്കുമ്പോൾ ആൾ വന്ന് ഫുഡ് കഴിക്കും. ഞാൻ പറയും ഫുഡ് വേണമെങ്കിൽ ഫുഡ് കഴിച്ചോ, ഫോണുമായിട്ട് അതിനകത്തൊരു അസോസിയേഷൻ വേണ്ട എന്നുള്ളത് ഇപ്പം വരെയും കർശനമായിട്ട് വെച്ചുകൊണ്ട് ഇപ്പം ആള് ഇപ്പം കുറേ ഇയേഴ്സായി, പക്ഷെ ആ ഒരു കണക്ഷൻ അവിടെ ബ്രേക്കായി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഫോൺ കൊടുത്താലും പിന്നീട് ഞാൻ പറയും മതി, നോ ഫുഡ് ആൻഡ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് എന്നുള്ളത് മനസ്സിലായിട്ട് അതൊരു പുള്ളി അതൊരു റെക്ടിഫൈഡ് ആയി ആ ഒരു ഇഷ്യൂ. അപ്പം നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ നമ്മൾ ടേപ്പർ ചെയ്യണോ അതോ നമ്മൾ കംപ്ലീറ്റ്ലി നോ പറയണോ എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നിയത് ആ ടേപ്പറിങ് അവിടെ വർക്ക് ചെയ്യൂല, ഈ ഒരു നോ എന്ന് വെച്ചാൽ നോ എന്നായിരിക്കും കുറച്ചും കൂടെ വർക്ക് ആവുകയെന്ന് തോന്നി. താങ്ക് യു മാഡം. ഇത് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് മറ്റു പാർട്ടിസിപ്പൻസിനും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. അതെ, എനിക്ക് ഭയങ്കര അത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ ഒരു ടേപ്പറിങ് മെത്തേഡിലാണ് പോകുന്നത്. പക്ഷെ അവർക്ക് ഇപ്പോഴും ആ ഒരു അസോസിയേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ 2 ദിവസം കൊണ്ട് ഇറ്റ് വർക്ക്ഡ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ തന്നെ മൂത്ത മോൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം മോൻ്റെ ഞാൻ പറഞ്ഞു നോ ഫോൺ, ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുക, എല്ലാവരും സംസാരിക്കുക, കഴിക്കുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം ആൻഡ് നോബഡി. അത് എൽഡേഴ്സും അത് ഫോളോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഒരുപാട് ഹൗസ് ഹോൾഡിൽ പേരൻസ് കഴിക്കുമ്പോൾ അവർ TV ഇട്ടിട്ട് കഴിക്കും, പക്ഷെ കുട്ടികൾക്ക് അത് നോ പറയും. അപ്പം അത് അവർക്ക് മനസ്സിലാവൂല. നമ്മളും അത് ഫോളോ ചെയ്യണം. നമ്മളും കഴിക്കുമ്പോൾ ആ ഒരു ഫുഡും ഫോണും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവരുത്. പിന്നെ അത് കുട്ടികൾക്ക് മനസ്സിലാവും ദിസ് ഇസ് ഹൗ ആ ഹൗസ് റൺസ് എന്നുള്ളത് മനസ്സിലാവും. ആക്ച്വലി ഈ സ്ക്രീൻ ടൈമിനും ചില സോൺസ് വെക്കണം, എവിടെ യൂസ് ചെയ്യാം എവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതും സമയം മാത്രമല്ല, ഇപ്പം ഈ പേരന്റ് പറഞ്ഞതുപോലെ കർശനമായിട്ട് എവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, എത്ര സമയം പറ്റും, എന്തൊക്കെ കാണാൻ തന്നെ പേരൻസ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ പേരൻസ് അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ഫോൺ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതെ അതെ മാം. പിന്നെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവരൊരു ബ്രോക്കൺ ഫാമിലിയാണ്. അപ്പൊ ആ ഒരു കുട്ടി ഇനിഷ്യലി ആ കുട്ടീനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, വളരെ ഒരു ഒബീഡിയന്റ്. നമുക്കൊക്കെ ആഗ്രഹിക്കുമല്ലോ ഇതുപോലത്തെ ഒരു മോനെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു തോന്നലായിരുന്നു. അത്രയും നല്ല ഒരു ഒബീഡിയന്റ്. നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ ആ കുട്ടീൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാലും അങ്ങ് നമ്മൾ നോക്കുന്നേക്കാളും നല്ലോണം നോക്കും. അത്രയും നല്ലൊരു മോനായിരുന്നു. പക്ഷെ അവരുടെ ഒരു ഫാമിലി കുറച്ചൊരു മെസ്സായിപ്പോയി. ഇപ്പൊ റീസെന്റ്ലി ആള് വേറൊരു ഇതായിട്ട് പോയി, ഫാദർ പോയി. അപ്പൊ മോനിപ്പം മദറിന്റെ കൂടെ ഉള്ള മോന് ഇപ്പൊ ഒരു 10 years ആയിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടി ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അഗ്രഷനാണ്. ഇതുപോലെ ഫോൺ ചെറുതായിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് അവര് ഓവറായിട്ടൊന്നും അവരുടെ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇതില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഫോണൊന്നും അങ്ങനെ കൊടുക്കാനുള്ള ഒരു മീൻസ് ഇല്ല ഇപ്പം. അപ്പൊ അതുകൊണ്ട് ഫോൺ കൺട്രോൾഡ് ആണ്.
പക്ഷെ ആ കുട്ടിക്ക് ഇപ്പൊ ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. ലൈക്ക് ഇവൻ പഠിക്കാൻ പറഞ്ഞാലും എന്നും അവന്റെ മദറിന് വിളിച്ച് വിഷമം പറയാനേ ഉള്ളൂ സമയം. ലൈക്ക് അത് പഠിക്കാൻ പറഞ്ഞാലും ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഒരു പഠിക്കണമെന്നില്ല. ഇപ്പം നമുക്ക് നമ്മുടെ കുട്ടികളൊന്നും കൊണ്ടാക്കിയിട്ട് വരാനൊരു ധൈര്യമില്ല. ലൈക്ക് ആള് ഒരു സംസാരം തന്നെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അതിനൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് അതൊരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. കളിക്കുന്നുണ്ട്, ഫുൾ ടൈം കളി. സോറി ടു ഇന്ററപ്റ്റ് മാഡം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും മാഡം. ഓക്കെ മാം, ഓക്കെ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കാര്യം മാഡം നിഡാസിന്റെ കോണ്ടാക്ട് നമ്പർ വരുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാമോ? ഞാൻ അവിടുത്തെ പറയാം. ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കുന്നതാണ് നല്ലത് അല്ലേ? ഓക്കെ മാം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് അത് തന്നെയായിരുന്നു അറിയേണ്ടത്. ലൈക്ക് അവരത് നിങ്ങൾക്ക് വരില്ലായിരിക്കും, അതോ ഈ ഒരു എന്താ സ്ക്രീൻ ടൈമിന്റെ പോയത് കൊണ്ടാണോ എന്നൊക്കെ ഉള്ളത് ഒന്ന് അറിയണമായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടി വരും. മാഡം നമ്പറിൽ ഒന്ന് വിളിക്കൂ. ഷുവർ. പോയിക്കോട്ടെ, അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വെയിറ്റിംഗ് ആണ്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ചാറ്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അതൊന്ന് അഡ്രസ് ചെയ്തിട്ട് നെക്സ്റ്റ് വരാം. ചാറ്റ് ബോക്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, സ്ക്രീൻ അഡിക്ഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തോട്ടെ, എന്നിട്ട് ചോദിക്കാം. ഓക്കെ, സ്ക്രീൻ അഡിക്ഷൻ ആണെന്നും ആദ്യം ഒരു ടൈം നമുക്ക് ഇപ്പം ഈ സ്റ്റോക്കിൻ്റെ അകത്തുനിന്ന് മനസ്സിലായി എത്ര സമയം ഓരോ പ്രായത്തിലുള്ള ആൾക്കാർ ചെയ്യണം. നമുക്ക് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ആ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടി ചെയ്യാതെ വരുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ ആ സ്ക്രീൻ ആകണമെന്നില്ല, ചിലപ്പം വേറെ പല ഫാക്ടേഴ്സ് ആയിരിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും സ്ക്രീൻ മാത്രമാണെങ്കിൽ അത് കാരണം ഒരു കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മുതിർന്നവരും ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ സ്ക്രീൻ ടൈമിന്റെ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. എത്ര വയസ്സുള്ള കുട്ടികൾക്ക് ആവശ്യമില്ല, എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 hour വരെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എൽഡർ ആകുമ്പോൾ എത്ര ആകാം എന്നുള്ളത്. അപ്പം അതൊക്കെ നമ്മുടെ റുട്ടീനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പ്രോബ്ലം ആകുന്നുണ്ട്. അപ്പൊ അത് കൺട്രോൾഡ് ആകണം. അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, വാശി കാണിച്ചെറിയുന്നത് കുഞ്ഞുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം? വാശി കാണിക്കുന്ന ഒരു വലിയൊരു നിങ്ങൾ പറയുന്ന ഒരു വലിയൊരു ബ്രോഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പം കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടുക. സ്ക്രീൻ അഡിക്ഷന്റെ ട്രീറ്റ്മെന്റ് എന്താണ് എന്നും ചോദ്യം വന്നിട്ടുണ്ട്. സ്ക്രീൻ അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഇല്ല. ഡെഫിനറ്റ്ലി ആ പ്രോബ്ലം ഉള്ള ആള് സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിയുമ്പോൾ ബാക്കി ഏതൊക്കെ പ്രൊഫഷണൽസിനെ കാണണമെന്നും എങ്ങനെ അത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയുള്ള ഹെൽപ്പ് അവർ തരും. കാരണം ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു അഡിക്ഷൻ ഇപ്പം ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണ്. ഈ സ്ക്രീൻ ടൈം ഇത്രയും കാണിക്കുന്നത്. ഇപ്പം സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോളോ സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ ആണെങ്കിൽ ആദ്യം ഡെഫിനറ്റ്ലി മെഡിക്കൽ സപ്പോർട്ട് ആണ് എടുക്കുന്നത്. അപ്പം അതിനകത്തൊരു ഡീടോക്സിഫിക്കേഷൻ ആണ് വരുന്നത്. എന്നാൽ അങ്ങനെയില്ല. പെരുമാറ്റത്തിൽ എങ്ങനെ മാറ്റം വരുത്താം, പിന്നെ ബാക്കി എന്തൊക്കെ പ്രൊഫഷണൽസിനെയോ സപ്പോർട്ട് സിസ്റ്റമോ എടുക്കേണ്ടതാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത ഒരു ചോദ്യം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ സ്ക്രീൻ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം? എന്ന് പറയുമ്പോ തന്നെ കുട്ടിക്ക് അത് അർത്ഥമായിട്ട് തന്നെയാണോ സ്ക്രീൻ കാണിക്കുന്നത് എന്നുള്ളത് നോക്കണം. ബിക്കോസ് എന്താണ് കുട്ടി കാണുന്നത്, അത് കുട്ടി അതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. സോ അതിനനുസരിച്ചിട്ട് വേണം സ്ക്രീൻ എത്ര നേരം കൊടുക്കാം, എന്താണ് കൊടുക്കുന്നത്, കൂടുതൽ പാരന്റ്സ് ഇന്ററാക്ട് ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് പെരുമാറ്റം ബാക്കി പിള്ളേരെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ബാക്കി
വരെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ ഈ കുട്ടിയെ ആ രീതിയിൽ ശ്രമിക്കുക. അത് പറ്റില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം എടുക്കുക. അതിൽ നിന്നും എവിടെയൊക്കെയാണോ എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി എന്തെങ്കിലും പ്രൊഫഷണൽസിനെ കാണെങ്കിൽ റെഫറും ചെയ്യും. നമുക്ക് ചാറ്റ് ബോക്സിൽ ഒരു കമന്റ് വന്നിട്ടുള്ളത് ഗ്രാൻഡ് പേരൻസിന് കൂടി അവയർനെസ് കൊടുക്കേണ്ട അത്യാവശ്യമല്ല. ആക്ച്വലി ഗ്രാൻഡ് പേരൻസ് മാത്രമല്ല, കുട്ടികളുമായിട്ട് ഇടപഴകുന്ന എല്ലാവർക്കും ഈ ഒരു അവയർനെസിന്റെ ആവശ്യമുണ്ട്. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചോദ്യം ചോദിച്ചു. ഞാൻ ഡോക്ടർ ബിന്ദു ആണ്. ഞാൻ ഹോമിയോപ്പതി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഏരിയയിലാണ്. അപ്പോ എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യന്റിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ കുട്ടി ഓട്ടിസ്റ്റിക് ആണ്, പക്ഷെ സ്ക്രീൻ ടൈം സ്റ്റോപ്പ് ചെയ്തതോടുകൂടി അവന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാല് എൽഡർലി പാരന്റ്സ് ഉണ്ട്, അബവ് 70. അപ്പൊ അവർക്ക് ടൈം പോകാനായിട്ട് അവർക്ക് TV വേണം. അപ്പം അവര് അതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് പേരൻസിന്റെ റൂമിൽ TV പ്രൊവൈഡ് ചെയ്തു, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ കുഞ്ഞ് ആ റൂമിലും പോയി ബഹളം ഉണ്ടാക്കി അവന് കണ്ടില്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആണ്. അവരെ ലിമിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എൽഡർ ആയിട്ടുള്ള 10-15 വയസ്സിന് മുകളിലുള്ള മക്കളുണ്ട്. അവരെ വീക്കെൻഡ്സിൽ അവർ യൂസ് ചെയ്യുന്നതും റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനൊരു സിനാറിയോയില് നമ്മൾ എങ്ങനെ അഡ്വൈസ് ചെയ്യും? കാര്യം ഒരു തരത്തിൽ എവിടെയും TV വെക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുടനെ മറ്റേ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞത് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റും? ആക്ച്വലി ഡോക്ടർ ബിന്ദു, ദ ഫസ്റ്റ് തിങ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി പ്രിഫറൻസ് നമുക്ക് ആ എൽഡർലി ഗ്രാൻഡ് പേരൻസിന് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് വേറെ ഒരു സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ അവർ വീട്ടിന്റെ വെളിയിൽ പോകുകയോ ഒന്നുമില്ല. നമുക്കപ്പം അവരുടെ ടെലിവിഷൻ സ്ക്രീൻ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളപ്പം ഈ കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് നോക്കേണ്ടത്. അപ്പം ഈ കുട്ടി ഇപ്പൊ ആ മുറിയിൽ ക്ലോസ്ഡ് ആണെങ്കിൽ അപ്പം ഈ അതിന്റെ ശബ്ദമോ എന്തെങ്കിലും രീതിയിൽ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്തിട്ട് ഈ കുട്ടിയെ പേരന്റ് എങ്ങനെ എൻഗേജ് ചെയ്യാമെന്നായിരിക്കും ചിന്തിക്കേണ്ടത്. പാരന്റ്സ് ഇല്ല, വർക്കിംഗ് ആണ്, അതാണ് അവരുടെ ഇഷ്യൂ. അപ്പൊ ഗ്രാൻഡ് പേരന്റ്സിന് ഇത് കാണാതിരിക്കാനും പറ്റില്ല. റൂം അടച്ചാൽ പോലും കുഞ്ഞിന് ഭയങ്കര ചെറിയ സൗണ്ട് ആണെങ്കിൽ അവൻ അത് എടുക്കണം. എത്ര വയസ്സാണ് ഈ കുട്ടി? അപ്പൊ 4 വയസ്സ്. അപ്പൊ ഈ കുട്ടി ആരാ മാനേജ് ചെയ്യുന്നത്? ഈ ഗ്രാൻഡ് പേരൻസ് ഇല്ലാത്ത സമയത്ത് മെയ്ഡും ഉണ്ട്. അപ്പം മെയ്ഡാണ്. അപ്പം ആ മെയ്ഡിനെ ഓറിയന്റ് ചെയ്ത് ആ കുട്ടിയുമായിട്ട് എങ്ങനെയാണോ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അതാണ് നോക്കേണ്ടത്. ഇപ്പൊ കുട്ടി അപ്പൊ സ്കൂളിൽ ഒന്നും പോകുന്നില്ല അല്ലേ? സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലാത്ത സമയത്താണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ട്. കാര്യം ഈ വൈകുന്നേരങ്ങളിൽ സീരിയൽസ് ഉണ്ടല്ലോ, സീരിയല്. അപ്പൊ അത് ഗ്രാൻഡ് പേരൻസിന് അത് കണ്ട് അത് അവർക്ക് ആകെയുള്ള എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അതും അപ്പം എനിക്ക് തോന്നുന്നു അപ്പം ആ മെയ്ഡിനെയാണ് നമ്മളപ്പം ആരാണോ നെക്സ്റ്റ് കെയർ ഗിവർ അവര് എങ്ങനെയാണ് ഈ കുട്ടിയെ മാനേജ് ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശീലിപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അതായിരിക്കും. നമുക്ക് ഒരു ചോദ്യം വന്നിരിക്കുന്നത് 15 വയസ്സുള്ള സ്ക്രീൻ അഡിക്ഷൻ ഉള്ള കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു അത് ഈ സിമിലർ ലൈൻസിലുള്ള നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സ്ക്രീൻ ടൈം മൂലം കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ്, കുട്ടിക്ക് ഫോണൊന്നും കൊടുക്കാറില്ല, പക്ഷേ 24 hours TV ഓൺ ആണ്. അവനിപ്പോ അവിടെ ഇരുന്ന് കാണുക അല്ലെങ്കിൽ പോലും ആ TV ഓൺ ആയി തന്നെ കിടക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള പെരുമാറ്റമാണ് കാണിക്കുന്നത്. ആരാണോ ഓഫ് ചെയ്യുന്നത് അവരെ അടിക്കുക പിടിക്കുക അത്തരത്തിലുള്ള വലിയ ബഹളം കാര്യങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പൊ നമ്മൾ അതുകൂടി കുറച്ച് കൊണ്ടുവരുമെന്ന് ആ പാരന്റ്സിന് നമ്മള് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് കുട്ടിയല്ലേ, വളർന്നു വരുന്നതിനനുസരിച്ച് മാറും, അവന്റെ അഗ്രസീവ് ബിഹേവിയർ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടെന്ന് സമ്മതിക്കാൻ ആ പാരന്റ്സ് തയ്യാറാകുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പാരന്റ്സിനെ നമുക്ക് എങ്ങനെ അവെയർ ആക്കാം എന്നുകൂടി ഒന്ന് പറയാമോ മാഡം? ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്. ഈ പേരൻസ് ആദ്യം ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കുക. നിങ്ങൾക്കാണ് പ്രോബ്ലം, പേരൻസിന് പ്രശ്നമില്ല. അപ്പൊ അഥവാ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്താലും ഈ പേരന്റ് വന്ന് പറയാൻ പോകുന്നത് ഇതൊരു കുഴപ്പമില്ല,
അപ്പൊ നമുക്ക് ആകെ ഇവരെ അവെയർ ആക്കാൻ പറ്റുന്നത് ഈ പ്രായത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രായത്തിൽ നമുക്ക് നോ എന്ന് പറയുമ്പോൾ ഈ കുട്ടി കേൾക്കാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് വലിയൊരു പ്രശ്നത്തിലേക്കാണ് നീങ്ങുന്നത്. പേരൻസിന്റെ സമ്മതത്തോടെ കൂടെ ഈ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് അംഗീകരിച്ച് വന്നാലേ എന്താണ് വീട്ടിൽ സംഭവിക്കുന്നതും എങ്ങനെ അത് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതും നമുക്ക് സഹായിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, 3 വയസ്സുള്ള ഒരു കുട്ടി എക്സസീവ് സ്ക്രീൻ ടൈം ആണ്, അതുകൊണ്ട് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്, ബിഹേവിയറൽ തെറപ്പി എടുക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ക്രീൻ റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബിഹേവിയറൽ ഇഷ്യൂസ് വീണ്ടും വരുമോ? അതെങ്ങനെ മാനേജ് ചെയ്യാം? ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ബിഹേവിയർ മാനേജ് ചെയ്യേണ്ടത് വീട്ടിലാണ്. അപ്പം ആ പ്രൊഫഷണൽ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കി എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വീട്ടിൽ വരുത്താം എന്നുള്ള രീതിയിലാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി വീണ്ടും എന്തിനാണ് നിങ്ങൾ വീണ്ടും ഈ സ്ക്രീൻ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? 3 വയസ്സായ ഒരു കുട്ടിയാണ്. സോ എനിക്ക് തോന്നുന്നു സ്ക്രീൻ ടൈം നമ്മൾ ഇപ്പം റീഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അഥവാ കണ്ടാലും നമ്മൾ ആ ഷോർട്ട് ടൈം കാണുന്നു, വിടുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലപ്പം കാർട്ടൂൺ ഒരാളെ വീട്ടിൽ കാണുന്നു. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് കഴിവിടത്തോളം ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. എന്നിട്ട് വേറെ ആരെങ്കിലും വീട്ടിൽ ഇത് കാണിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് വരുന്ന ഒരു പ്രോബ്ലം നിങ്ങൾ എവിടെ നിന്നാണോ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് അവിടെ തന്നെ ആ ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്താൽ വീണ്ടും വരുമോ ഇല്ലയോ നമുക്ക് ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു ആൻസർ പറയാൻ പറ്റത്തില്ല. പക്ഷെ കഴിവിടത്തോളം അവർ പറഞ്ഞിട്ടുള്ളത് സ്ക്രീൻ ടൈം സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ബാക്കി ആക്ടിവിറ്റീസിലേക്ക് കുട്ടിയെ കൺട്രോൾ ചെയ്ത് അങ്ങോട്ട് പോകുമ്പം സ്ക്രീൻ ടൈമിലോട്ടുള്ള ഇൻട്രസ്റ്റും കുറയും. മിസ് വീണ ജിതിൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ചോദിച്ചോളൂ. മാഡം, എന്റെ ഡൗട്ട്, നമ്മൾ ഈ കുട്ടികളുടെ അവകാശങ്ങളും അല്ലെങ്കിൽ ഈ സൈബറിലോ ഇതിൽ എവിടെയെങ്കിലും ഈ കുട്ടികൾക്ക് ഈ പറയുന്ന സ്ക്രീൻ ടൈം കൊടുത്ത് സ്വാധീനിക്കുന്നതിന് അതിനെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു നിയമവശം എന്തെങ്കിലും ഉണ്ടോ? ഞാനിത് ചോദിക്കാൻ ഒരു റീസൺ ഉള്ളത്, നമ്മൾ ഈ ഡിവോഴ്സ് കേസുകളുണ്ടല്ലോ. മാഡം ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അതായത് നമ്മളിപ്പോ ഈ കുട്ടികൾക്ക് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ക്രീൻ ടൈം എന്നുള്ളത്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കുട്ടിയെ സ്വാധീനിക്കാനായിട്ട് ഫോണോ മറ്റു കാര്യങ്ങളോ കൊടുത്ത് കുട്ടിയെ സ്വാധീനിക്കുന്നതിന് എതിരെ എന്തെങ്കിലും ഒരു നിയമത്തിന്റെ പിൻബലം നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കാനുള്ള റീസൺ കൂടെ പറയാം. നമ്മൾ ഈ ഡിവോഴ്സ് കേസുകളിൽ പേരൻസിന്റെ ഡിവോഴ്സ് കേസ് ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരാൾ, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഈ കുട്ടിയെ തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഇപ്പൊ ഈ മൊബൈൽ ഫോണിനോട് ഇത്തിരി ഒരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഗെയിമിനോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു ടൂളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് പറ്റുന്ന ബുദ്ധിമുട്ടുകൾ അവരെ ബാധിക്കുന്ന കാര്യമല്ല. കുട്ടി മോശമായ രീതിയിൽ പോകുന്നതോ സ്ക്രീൻ അഡിക്റ്റ് ആവുന്നതോ അവരെ ബാധിക്കുന്ന കാര്യമല്ല. അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ കുട്ടി അവരുടെ കൂടെ നിൽക്കണം, അവര് പറയുന്നതൊക്കെ കേൾക്കണം, അവര് പറയുന്ന കാര്യങ്ങളെ കോടതിയിൽ പറയാവൂ അല്ലെങ്കിൽ CWCയിൽ പറയാവൂ. അതിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടി അതിനകത്ത് അഡിക്റ്റ് ആക്കി വെക്കുന്ന, അപ്പൊ അത് മറ്റേ പേരന്റിന്, രണ്ടാമത് നിൽക്കുന്ന പേരന്റ്, അമ്മയായാലും അച്ഛനായാലും, അവർക്ക് ഇപ്പൊ കുട്ടിക്ക് മൊബൈൽ കൊടുക്കാൻ താല്പര്യമില്ല. അവർ കുട്ടിയുടെ ഭാഗത്തുനിന്ന് മാത്രം ചിന്തിച്ചിട്ട് കുട്ടിക്ക് മൊബൈൽ കൊടുക്കുന്നില്ല. അപ്പൊ കുട്ടി അവരുടെ കൂടെ നിൽക്കുന്നില്ല. അപ്പൊ ഇവർക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഇതിനകത്ത് ഓവറായിട്ട് ഇടപെടാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഒരു കേസ് നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് അവർക്ക് ഒരു ഒറ്റയ്ക്ക് കുട്ടിയെ കൊണ്ടുപോകാനോ ഒരു ട്രീറ്റ്മെന്റിൽ കൊണ്ടുപോകാനോ സൈക്കോളജിസ്റ്റിന് കൊണ്ടുപോകാനോ ഒന്നും പറ്റത്തില്ല. കാരണം മറ്റേ ഭാഗത്തുള്ളവര് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും, ഏതെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ ഇതിനെതിരെ എന്തെങ്കിലും നിയമത്തിന്റെ പിൻബലോ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടതോ അല്ലെ സൈബറുമായി ബന്ധപ്പെട്ടതോ ആ ഭാഗത്തോ എവിടെങ്കിലും, ഈ മുതിർന്നവരാണല്ലോ ഇത് ചെയ്യുന്നത്, അപ്പൊ അതിനെതിരെ എന്തെങ്കിലും ഒരു നിയമത്തിന്റെ പിൻബലം ഉള്ളതായിട്ട് അറിയാവോ? ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ ഒന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ, കാരണം ഇവിടെ കുട്ടിയും കാണിക്കുന്നത് കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, കാർട്ടൂൺ ആയിരിക്കാം. പക്ഷെ കുട്ടിയുടെ ഒരു കുട്ടി എന്റെ കൂടെ വരും എന്നുള്ള ഒരു ഇതിന് വേണ്ടിയാണ് കുട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുന്നത്. അതാണ് ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്ക് അപ്പം എനിക്ക് തോന്നുന്നു ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ ഒന്ന് ചോദിച്ചാൽ അങ്ങനത്തെ എന്തെങ്കിലും നിയമം ഉണ്ടോ എന്നുള്ളത് അങ്ങനത്തെ രീതിയിൽ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനോട് ഒന്ന് ചോദിച്ചാൽ ചിലപ്പം ഈ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ മാഡം.
നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ഒരു പോക്സോ റിലേറ്റഡ് ലോസ് ഉണ്ടല്ലോ എന്ന് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടതായിട്ട് അറിയില്ല. പോക്സോ റിലേറ്റഡ് ആണെങ്കിൽ ഇവിടെ പോക്സോ അല്ലല്ലോ വരുന്നത്. ഇവിടെ വരുന്ന കാര്യം കുട്ടിക്ക് ഇഷ്ടം, നത്തിങ് പോക്സോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല കാണിക്കുന്നത്. കുട്ടിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, കുട്ടി എന്റെ കൂടെ വരാൻ വേണ്ടി അവരെന്തും ചെയ്യുന്നു. അതാണ് ഇവിടെ എനിക്ക് മനസ്സിലായ സിറ്റുവേഷൻ. അതെ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കുട്ടിക്ക് കാർട്ടൂൺ ആകാം, എന്തെങ്കിലും ആകാം, പക്ഷെ നോട്ട് ഈ പോക്സോ റിലേറ്റഡ് അല്ലെന്ന് തോന്നുന്നു. അല്ലല്ല, കുട്ടിക്ക് ഗെയിമാണ് ഇഷ്ടമെങ്കിൽ ആ ഗെയിം എത്ര മണിക്കൂർ വേണമെങ്കിലും കളിക്കാനായിട്ട് ഫോൺ അങ്ങ് കൊടുക്കുകയാണ്. മാം, എനിക്കൊരു ഡൗട്ട് ഉള്ളത്, എനിക്ക് 2 years പ്രായമുള്ള ഒരു മോനാണുള്ളത്. അപ്പൊ പുള്ളിക്കാരന് ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മള് ഇപ്പം യാത്ര ചെയ്യുക, ട്രെയിനിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ആള് ഇറങ്ങി ഓടാതിരിക്കാനൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്ത് ടാബോ ഫോണോ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആള് പ്രിഫർ ചെയ്യുന്നത് വണ്ടികളുടെ വീഡിയോസ് ആണ്. ഇപ്പൊ നമ്മൾ കാർട്ടൂൺസോ കഥകളോ വെച്ച് കൊടുത്താലും ആള് വണ്ടികളുടെ വീഡിയോസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ സ്ക്രോൾ ചെയ്തെടുക്കുന്നത്. അതേപോലെ ആ വീട്ടിലാണെങ്കിൽ ആ വണ്ടി കാർസോ ഗെയിംസോ ടോയ്സോ ഒക്കെ കളിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് അത് കമ്പയർ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മളൊരു പോസിറ്റീവ് ആയിട്ടാണോ കൺസിഡർ ചെയ്യേണ്ടത്, അതോ അതും ഒരു അഡിക്ഷൻ പോലെ തന്നെയാണോ? നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ഭാഗമായി. അപ്പം നമ്മളിപ്പം സ്ക്രീനിലേക്ക് വരുന്നത്, ഇപ്പൊ നമ്മൾ വന്നത് ഒരു സ്ലോ പ്രോസസ് ആണെങ്കിലും കുട്ടികൾ അതിൻ്റെ അകത്ത് തന്നെയാണ് ജനിക്കുന്നത്. അപ്പൊ അത് അവരുടെ ഒരു ഭാഗമാണ്. ഈ കാര്യങ്ങളൊന്നും ഇടയ്ക്ക് കാണിക്കുന്നതിന് ഒന്നും ഒരു ഇഷ്യൂ വരത്തില്ല. പക്ഷെ ചെയ്ത് നമ്മളിപ്പം ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഒരു അണ്ടർ 2 years സ്ക്രീൻ ടൈം കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് കണ്ടെന്ന് വെച്ചാൽ അതൊരു ഇഷ്യൂ ആണെന്ന് പറയാനല്ല, പക്ഷെ നമ്മൾ നേരത്തെ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നതിന്റെ റീസൺ ബാക്കി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആക്റ്റീവായിട്ട് പോകത്തില്ല. അപ്പൊ ഇത് പെട്ടെന്ന് ഇവർക്ക് ഒരു എന്റർടൈൻമെന്റും പെട്ടെന്ന് ഇവർക്ക് ഒരു സന്തോഷം കിട്ടുന്ന ഒരു സാധനമാണ്. മാം, അതുപോലെ എല്ലാ സെഷൻസും നമ്മൾ എവിടെ നോക്കിയാലും സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാനാണ് അധികം ആൾക്കാരും സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ആൾ ഈ വീഡിയോ കണ്ടിട്ടാണ് കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുന്നത്. ഒരു 1.5 years കഴിഞ്ഞപ്പോൾ തന്നെ ആള് പൂച്ച ഇതുപോലെ ഒരു പ്രാവശ്യം സ്ക്രീനിൽ കണ്ടപ്പോൾ പൂച്ചയാന്ന് കണ്ടപ്പോൾ അത് പുറത്ത് കണ്ടപ്പോൾ ആള് തന്നെ പറഞ്ഞു തുടങ്ങി, കാക്കേനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആള് അത് എഡ്യൂക്കേഷണൽ പർപ്പസ് പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ കംപ്ലീറ്റ്ലി സ്ക്രീൻ ടൈം കട്ട് ചെയ്യണോ അതോ വല്ലപ്പോഴൊക്കെ കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ലേ എന്നുള്ളൊരു ഡിലിമയിലാണ്. അതെ, ഞാൻ സെഷനിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കൺട്രോൾഡ് ആയിട്ട് കൊടുക്കുന്നത് ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കുട്ടി കാണുന്നതിന് അത് തെറ്റില്ല. സ്ക്രീൻ ടൈം കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ആക്ടിവിറ്റീസും പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ ഒക്കെ നന്നായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കുട്ടി കാണുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ അത് എപ്പോഴും കൺട്രോൾ ആയി. നമ്മൾ കുറച്ചെന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക. പക്ഷെ കുട്ടി വരുന്ന ഡിമാൻഡ് കൂടുകയും വാശി കൂടുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവാ. അപ്പം ഒരു കൺട്രോള് വേണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഓക്കെ, ആക്ച്വലി ഞാനൊരു ഡോക്ടറാണ്. സോ ഞാൻ ഇത് കൊടുക്കുമ്പോൾ ട്രെയിനിലെ ഒരു പ്രാവശ്യം എന്നോട് പ്രായമായ ഒരാൾ ചോദിച്ചു, മാം ഡോക്ടറാണെന്നല്ല പറഞ്ഞപ്പം കുട്ടിക്ക് ഇത് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചത്. ഇല്ല, ഞാൻ ഇപ്പം ഞാനാണെങ്കിലും ചിലപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ മോന് കൊടുക്കാണ്. അപ്പൊ നമുക്ക് ഒരു സിറ്റുവേഷൻ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ദിവസം കൊടുത്തു എന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷെ ആ ഒരു ദിവസം കൊടുക്കുമ്പോൾ അടുത്ത ദിവസം ഡിമാൻഡ് ചെയ്തു, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അവനത് കാണുന്നു, പതുക്കെ യൂസ് ചെയ്യുന്നതിന്റെ സമയം കൂടുക, അങ്ങനെ വരുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. അല്ലാതെ നമുക്കിപ്പോ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കൊടുത്തു എന്ന് വെച്ചിട്ട് അതൊരു പ്രശ്നമേ അല്ല. ഓക്കെ, താങ്ക് യു ഫോർ ദ ക്ലാരിറ്റി. ഹലോ, ചോദിച്ചോളൂ. എന്റെ പേര് ജെമിയ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ കുട്ടികൾക്ക് സ്ക്രീൻ ടൈമിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം കുറച്ച് സമയമാണെന്നുണ്ടെങ്കിലും പല മാതാപിതാക്കളും പല സ്കൂളുകളിലും ഇപ്പൊ പ്രീ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഈ കൊക്കോമെലൻ പോലുള്ള കാർട്ടൂണുകളും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് സമയത്തേക്കെങ്കിലും. അപ്പൊ ഇതുപോലുള്ള സാധനങ്ങളും കുട്ടികളില് എന്താ പറയാ ഭയങ്കര സ്റ്റിമുലേറ്റിംഗ് ആണ്. കൊക്കോമെലൻ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന കുട്ടികളില്
ADHD പോലുള്ള ട്രേറ്റ്സ് ഒക്കെ കാണുന്നു എന്നൊക്കെ പുതിയ സ്റ്റഡീസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഏതാണ്? അപ്പൊ അതിനെപ്പറ്റി പാരന്റ്സിന് ഒരു അവയർനെസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? ഇപ്പം വീടുകളിലാണെന്നുണ്ടെങ്കിലും പൊതുവായിട്ട് കുട്ടികൾ കാണുന്ന അല്ലെങ്കിൽ വീട്ടിലെല്ലാരും കാണുന്ന ഷോസ് ഒക്കെ കുട്ടികളും കാണുന്നുണ്ട്. ഈ ബിഗ് ബോസ് പോലുള്ള അഡൽട്ട് ഷോസ് ഒക്കെ പല കുട്ടികളും ഇരുന്ന് കാണുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഏതാണെന്നുള്ളതിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഏജ് അപ്രോപ്രിയേറ്റ് ആകുമ്പോൾ ആ പ്രായത്തിൽ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നെന്നുള്ള പേരൻസിന് അറിയാം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ്, കാരണം നമുക്ക് ഇപ്പോഴല്ല, നേരത്തെ മുൻപൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ പ്രായത്തിനെക്കാട്ടിലും മുതിർന്നതായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം അന്ന് അവർ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയോ പേരൻസിന്റെ കൂടെയോ സീരിയലുകൾ പലതും കാണുമായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ കുട്ടികൾ തന്നെ റീൽസോ അവർക്ക് വേണ്ടിയ കാര്യങ്ങളോ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം പേരൻസ് അത് മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കി എന്ത് നിങ്ങൾക്ക് കാണിക്കാം, എന്ത് കാണിക്കാൻ പറ്റാത്ത നിങ്ങളാണ് അവിടെ തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾ അത് മനസ്സിലാക്കി എഡ്യൂക്കേഷൻ ആണോ, എന്താണ് എന്റർടൈൻമെന്റ് ആണോ, എന്താണ് ഈ ഗെയിം, അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളാണ് അതിനു വേണ്ടി തീരുമാനം എടുക്കേണ്ടത്. പ്രായമൊത്തും അവരുടെ പെരുമാറ്റ രീതിക്കും അനുയോജ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ ഏജ് അപ്രോപ്രിയേറ്റ് കണ്ടന്റ് ആണെങ്കിൽ പോലും കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം അതും നിങ്ങൾ ഏജ് അപ്രോപ്രിയേറ്റ് ആണ് എന്ന് വെച്ചിട്ട് കൂടുതൽ സമയം കണ്ടാലും അത് ചിലപ്പം അതൊരു നെഗറ്റീവായിട്ട് ചിലപ്പം വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ കാര്യം കൂടെ പറയാനുള്ളത്, കുട്ടി അത് എത്രത്തോളം കാണുന്നുണ്ട്, അത് പർപ്പസ്ഫുൾ ആയിട്ടാണോ കാണുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് വെറുതെ അത് ഒരു ഇൻട്രസ്റ്റ് അല്ലാതെ വെറുതെ മീനിങ് ഫുൾ അല്ലാതെ കാണിച്ചിട്ട് അത് കാര്യമില്ല. നിങ്ങളിപ്പോ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അഡ്രസ്സ് ചെയ്തു. ചാറ്റ് ബോക്സിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ, നിഡാസ് ടീമിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത നിഡാസ് എന്നാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത നിഡാസ് നവംബർ 11-ാം തീയതിയാണ്. ഇതിന് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തില്ലേ? ഫുൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും രജിസ്റ്റേർഡ് പാർട്ടിസിപ്പൻസിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. മാം സോറി, ഞാൻ മിസ് ചെയ്തു തോന്നുന്നു. നിഡാസ് എന്താണ്? നിഡാസിന്റെ ഫുൾ അബ്രിവേഷൻ എന്താണ്? നിഡാസ് എന്ന് പറഞ്ഞാൽ നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാർ എന്നാണ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ നിഡാസിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ സ്ക്രീൻ ടൈമിനെ കുറിച്ച് സംസാരിച്ച ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ മിസ് വൃന്ദയ്ക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ പാനൽ എക്സ്പേർട്സ് ആയിട്ട് ജോയിൻ ചെയ്ത ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് മിസ് റേസ, സൈക്കോളജിസ്റ്റ് ഡോക്ടർ ആൻ വർഗീസിനും നിഡാസ് ടീം നന്ദി അറിയിക്കുന്നു. താങ്ക് യു മാഡം. ഇനി എല്ലാവർക്കും നന്ദി. അടുത്ത നിഡാസ് നവംബർ 11-ാം തീയതി നിർത്തുന്നു. താങ്ക് യു.